പ്രോസ്റ്റേറ്റ് വീക്കവും ക്യാൻസറും ആധുനിക ചികിത്സകളിലൂടെ, അതായത് മരുന്നോ ഓപ്പറേഷനോ കീമോതെറാപ്പിയോ ടാർഗറ്റ് തെറാപ്പിയോ വഴി പൂർണ്ണമായും മാറ്റാനാകുമോ? ഇല്ല എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ആധുനിക ചികിത്സാരീതികൾ എല്ലാം നൽകിയാലും രോഗം വീണ്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവല്ല പ്രോസ്റ്റേറ്റ് മുഴകൾക്കും ക്യാൻസറിനും കാരണം, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ മൂലം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട കോശങ്ങളിലെ ജനിതക ഘടനയിലും ഹോർമോൺ ബാലൻസിലും ഇമ്മ്യൂണിറ്റിയിലും ഉണ്ടായ വ്യതിയാനങ്ങളാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിച്ച് ശരീരഘടനയും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ഉത്തമമാക്കാനായാൽ PSA കൂടുതലുള്ളവരിൽ അതിന്റെ ലെവൽ കുറച്ച് നോർമലിലേക്ക് എത്തിക്കാനും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം കുറച്ചു കൊണ്ടുവരാനും മൂത്രതടസ്സത്തിനായി കഴിക്കുന്ന മരുന്നുകൾ നിർത്താനും കൃത്യതയോടെ ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറാകുന്ന ഒട്ടുമിക്കവർക്കും കഴിയുന്നതേയുള്ളൂ. ആധുനിക പരിശോധനകളിലൂടെ ഇത്തരം മുഴകളും ക്യാൻസറും തുടക്കത്തിലെ തന്നെ കണ്ടെത്താനാകും. മോഡേൺ ആശുപത്രികളും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും മരുന്നിലും ഓപ്പറേഷനുകളിലും ഊന്നിയുള്ള ചികിത്സയ്ക്ക് മാത്രം പ്രാധാന്യം നൽകുന്നതിനാൽ രോഗത്തിന്റെ യഥാർത്ഥ കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. അതാണ് ക്യാൻസറുകൾ ചികിത്സിച്ചു മാറ്റിയാലും വീണ്ടും വരുന്നത്. പുരുഷന്മാരിൽ മൂത്രതടസ്സത്തിനും സെക്ഷൽ ഡിസ്ഫങ്ഷനും പ്രധാന കാരണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ മുഴകളും ക്യാൻസറുമാണ്. BPH അഥവാ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ അഥവാ പ്രോസ്റ്റേറ്റിന്റെ അമിത വളർച്ച ഉണ്ടാക്കുന്ന മൂത്രതടസ്സത്തിനായി സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടി വരുന്നവരുടെയും ഓപ്പറേഷന് വിധേയരാകേണ്ടി വരുന്നവരുടെയും എണ്ണം കൂടി വരികയാണ്. ഒപ്പം തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മാർക്കറായ PSA കൂടുന്നവരുടെയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനായുള്ള ഓപ്പറേഷനും കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ എടുക്കേണ്ടി വരുന്നവരുടെയും എണ്ണം കൂടുന്നു. എന്താണ് പ്രോസ്റ്റേറ്റിന്റെ അമിത വളർച്ചയ്ക്ക് കാരണം? പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം മുഴകളും ക്യാൻസറും ഉണ്ടാകുന്നത് തടയാനും ചികിത്സിച്ചു മാറ്റാനും കഴിയുമോ? മരുന്നും ഓപ്പറേഷനും റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ എന്തൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം? ഇത്തരം ചികിത്സകൾ എടുത്താലും രോഗം മാറാത്തത് വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിന്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെയും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. പ്രോസ്റ്റേറ്റിന്റെ സംബന്ധമായിട്ടുള്ള ക്യാൻസറോ അല്ലെങ്കിൽ BPH പ്രോസ്റ്റേറ്റ് മുഴയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് ഒന്ന് പ്രോസ്റ്റേറ്റിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ എന്തെങ്കിലും രോഗം വന്നാൽ ഈ അവയവത്തെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നാൽ അത് എങ്ങനെയാണ് ആദ്യമേ നേരത്തെ അറിയാൻ പറ്റുക, എന്ത് ടെസ്റ്റുകളാണ് നേരത്തെ ചെയ്തു നോക്കി അറിയാൻ പറ്റും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എല്ലാവരും അവനവന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ മാത്രമുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് എല്ലാ ആണുങ്ങളും ഈ കാര്യത്തെ പ്രോസ്റ്റേറ്റിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ അതിന്റെ ഫംഗ്ഷനും അതെങ്ങനെയാണ്, അതിന് രോഗം വന്നാൽ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയതൊക്കെ അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പം പ്രോസ്റ്റേറ്റ് ബേസിക്കലി ബ്ലാഡറിന്റെ നമ്മുടെ മൂത്രാശയത്തിന്റെ താഴെ ഇരിക്കുന്ന ഒരു ഗ്ലാൻഡാണ്. അതിനകത്തൂടെയാണ് മൂത്രനാളി കടന്നു പോകുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതായത് നമ്മൾ ബ്ലാഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അടിയിൽ പ്രോസ്റ്റേറ്റ് ആണ്. ആ പ്രോസ്റ്റേറ്റിനെ പെനിട്രേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ കൂടെയാണ് പോരുന്നത്. അപ്പം അതിനകത്തേക്ക് തന്നെയാണ് ടെസ്റ്റിസിൽ നിന്ന് വരുന്ന വാസ് ഡിഫറൻസ് എന്ന് പറയും. ടെസ്റ്റിസ് താഴെ ആണല്ലോ, ബ്ലാഡറിന് കുറച്ചുകൂടെ മുകളിലാണ്.
ബേസിക്കലി ടെസ്റ്റിസ് ഉണ്ടാകുന്നത് ആദ്യം ഗർഭാശയത്തിൽ വെച്ചുണ്ടാകുമ്പോൾ ടെസ്റ്റിസ് വയറിനകത്താണ്, അതിന് താഴേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഈ ടെസ്റ്റിസിന് സെമനുമായിട്ട് സ്പേംസുമായിട്ട് വരുന്ന ട്യൂബ് വാസ് ഡിഫറൻസ് എന്ന് പറയും. അത് ഒരു സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞ് വേറൊരു പ്രോസ്റ്റേറ്റ് പോലുള്ള വേറൊരു ഗ്രന്ഥിയുണ്ട്. അതിനകത്തും ചില ഫ്ലൂയിഡ്സ് ഒക്കെ ഈ സെമനും റിപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനകത്തെ ട്യൂബും കൂടെ ചേർന്ന് ഇതും ഒന്ന് ഓപ്പൺ ചെയ്യുന്നത് ഈ പ്രോസ്റ്റാറ്റിക് യൂറിത്ര എന്ന് പറയും. അതായത് ആദ്യത്തെ 1/3 ഓഫ് ദ മൂത്ര നാളിക്ക് പറയുന്നത് പ്രോസ്റ്റാറ്റിക് യൂറിത്ര എന്നാണ്. അപ്പൊ അതിലേക്കകത്ത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് വരുന്ന വാസ് ഡിഫറൻസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മൂത്രനാളി ഇതിലേക്ക് അത് കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പെനൈൽ യൂറിത്ര വരുന്നത്, യൂറിൻ അതിലേക്ക് പുറത്തേക്ക് പോകുന്നു. അപ്പം നമ്മൾ ഈ പ്രോസ്റ്റേറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് 2 ഫങ്ഷൻസ് ആണ്. ഒന്ന് മൂത്രനാളിയായിട്ട് മൂത്രം പുറത്തു പോകാനുള്ള ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ട്യൂബാണ്. നെക്സ്റ്റ് ഇത് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആണ്. അതായത് നമ്മളുടെ ഈ പുരുഷന്മാരിലെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട് ഫങ്ഷൻസും അതിനുണ്ട്. അതിൽ കൂടെ അപ്പം യൂറിൻ ഇത് സെക്ഷൽ ഫങ്ഷൻ സമയത്ത് ബ്ലാഡറിൽ നിന്ന് യൂറിൻ വരാൻ പാടില്ല, അതുപോലെ യൂറിൻ പാസ് ചെയ്യുമ്പം മറ്റേതുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അപ്പം ഇത് ബേസിക്കലി ഒരു 2-way സ്വിച്ച് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് ആ ഒരു മെക്കാനിസം. അതുകൊണ്ട് തന്നെയാണ് പ്രോസ്റ്റേറ്റുമായിട്ടുള്ള എന്ത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും യൂഷ്വലി മൂത്രം ഒഴിക്കാനുള്ള തടസ്സങ്ങളും അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷനുമായിട്ടായിരിക്കും വരുന്നത്. നെക്സ്റ്റ് പ്രോസ്റ്റേറ്റിനുണ്ടാകാവുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന BPH അല്ലെങ്കിൽ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന് പറയും. അതൊരു മുഴയാണ്. അതായത് പ്രോസ്റ്റേറ്റ് ഒരു ഗ്രന്ഥിയാണല്ലോ, ആ ഗ്രന്ഥി കുറച്ച് ഓവറായിട്ട് വളരുന്നു. അപ്പൊ അതാണ് അതിനകത്ത്. അപ്പൊ അത് ക്യാൻസറിന്റെ ലക്ഷണമൊന്നുമില്ല, പക്ഷെ വളർച്ച കൂടുവാണ്. അപ്പൊ ഈ മൂത്ര സംബന്ധമായ മൂത്രനാളിയെ ചുരുക്കമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രസ് ചെയ്ത് അടയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്. പിന്നെ അടുത്തത് ക്യാൻസറാണ്, പ്രോസ്റ്റേറ്റിന്റെ ക്യാൻസർ. അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് മോസ്റ്റ് കോമൺ ക്യാൻസർ ആയിട്ടാണ് വരുന്നത്. പിന്നെയുള്ളത് ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ പലതും ഇതിൽ വരാം, ഇൻഫെക്ഷൻസും വരാം. അപ്പോൾ പലപ്പോഴും ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസും അങ്ങനെയൊക്കെ ഉള്ളതിൽ ഇത് വരാനുള്ള പ്രോസ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, എങ്ങനെയുള്ളവരിലാണ് ഈ പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അസുഖങ്ങൾ വരുന്നത്? പ്രത്യേകിച്ച് ഈ പ്രിഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്ന് പറയും. അതിൽ ഒന്ന് ജെനറ്റിക്സ് ഉണ്ട്, പിന്നെ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ ജീവിതശൈലി. ജെനറ്റിക്സ് എന്ന് പറയുമ്പം അച്ഛന് പ്രോസ്റ്റേറ്റ് സംബന്ധമായ ക്യാൻസറോ അല്ലെ ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ളവർക്ക് ചാൻസ് കൂടുതലായിരിക്കും പുരുഷന്മാരിൽ. അങ്ങനെയുള്ള പുരുഷന്മാരിൽ ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് അഫക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ്. ഇതിന് ജീവിതശൈലിയായിട്ടും കൂടി ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഒരു ടോക്സിക് എൻവിറോൺമെന്റ് ആണ്, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ഉണ്ട്, സെഡൻഡറി ലൈഫ് ഹാബിറ്റ് ആണ്, ഇതൊക്കെ ഉള്ളവരിൽ ഇത് കൂടുതലായിരിക്കും. അപ്പം യൂഷ്വലി ഇങ്ങനെ സെഡൻഡറി ജീവിതശൈലിയും ഹൈ കാലറി ഫുഡും വരുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ സിൻഡ്രോം എക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒബേസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലൈപ്പിഡിയം, അതായത് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുന്നു. ഇതിനെയാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അത് ഉള്ളത്, അതായത് പ്രഷറും ഷുഗറും ഒബേസിറ്റിയും ഒക്കെ ഉള്ളവർക്ക് ഇത് വരാൻ ചാൻസ് കൂടുതലായിരിക്കും. അതാണ് വേറൊരു പ്രത്യേകത. പിന്നെ ഡയബറ്റീസ് വരുമ്പോഴേക്കും പിന്നെ ഗ്ലൂക്കോസും കൂടി കൂടുമല്ലേ. ഗ്ലൂക്കോസ് ക്യാൻസർ സെല്ലിനും ഇൻഫെക്റ്റഡ് സെല്ലിനും ഒക്കെ, അതായത് ബാക്ടീരിയയ്ക്കും ഒക്കെ വളരാനുള്ള ഏറ്റവും നല്ലൊരു മീഡിയമാണ്. അതുകൊണ്ട് തന്നെ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ളവർക്കും ഇതിന് ചാൻസ് കൂടുതലായിരിക്കും. പ്രോസ്റ്റേറ്റ് സംബന്ധമായുള്ള ഇൻഫെക്ഷൻസ് സിമ്പിളാണ്, നമുക്ക് ആന്റിബയോട്ടിക്സ് വെച്ച് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഏറ്റവും പ്രോബ്ലം ആയിട്ട് വരുന്നത് BPH, അതായത് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയും അതുപോലെ തന്നെ ക്യാൻസറുമാണ്. അപ്പൊ ആ 2 കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50% പുരുഷന്മാരിൽ, 50 വയസ്സിന് മുകളിലുള്ള 50% പുരുഷന്മാരിലും ഉണ്ടാവുന്ന, ഒരു 80 വയസ്സ് കഴിഞ്ഞ ഒരു 90% പേരിലും ഉണ്ടാവുന്ന എന്നാണ് കാണുന്നത്.
നെക്സ്റ്റ് അതിന്റെ സിംറ്റംസ് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക, പിന്നെ യൂറിൻ പിടിച്ചു നിർത്താനായിട്ട് ബുദ്ധിമുട്ട് തോന്നുക, പെട്ടെന്ന് ചിലപ്പം യൂറിനേറ്റ് ചെയ്ത് പോകുന്ന പോലെ തോന്നുക, പിന്നെ അതിന്റെ ഫ്ലോ കുറയുക. അപ്പൊ നമ്മൾ ഇരുന്ന് അല്ലെങ്കിൽ പാസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹെസിറ്റൻസി എന്ന് പറയും, വരാതിരിക്കുക, കുറച്ചു നേരം കഴിഞ്ഞാലേ വരുമോ യൂറിൻ വരുവുള്ളൂ. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റാതെ വരും, മിച്ചം അവിടെ കിടക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് പാസ് ചെയ്യാനേ പറ്റാതെ റിറ്റൻഷൻ പോലെ വരും, അത്രയും തടസ്സം പോലെ കംപ്ലീറ്റ് തടസ്സമായി പോകാം. അത് യൂഷ്വലി ഇങ്ങനെ യൂറിൻ കെട്ടി നിന്നിട്ട് പിന്നെ ഇൻഫെക്ഷനും കൂടെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് മൂത്ര തടസ്സമായിട്ട് മാറുന്നത്. പിന്നെ തന്നെ അറിയാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ വരാം. ഇതൊക്കെ ഈ സിറ്റുവേഷൻസ് എല്ലാം ചിലപ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ തടസ്സത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്യുന്നവർക്ക് തന്നെ ഇത് വീണ്ടും ഈ പ്രശ്നങ്ങളെല്ലാം വരുമെന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു വേറൊരു പ്രത്യേകത. ഇത് മാറ്റാൻ നോക്കുമ്പോഴും ചിലപ്പം ഈ ട്രിപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. നെക്സ്റ്റ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ്, ഇങ്ങനെ ഈ പ്രോസ്റ്റേറ്റ് പ്രോബ്ലം മഴ വന്നു, അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഈ മൂത്ര തടസ്സം വന്നിട്ട് അവിടെ ഈ യൂറിൻ കെട്ടിക്കിടക്കും, റെസിഡ്യൂവൽ യൂറിൻ എന്ന് പറയും. പാസ് ചെയ്ത് കഴിഞ്ഞാലും കംപ്ലീറ്റ് പോവുകയില്ല. അപ്പൊ അതിനകത്ത് ഇൻഫെക്ഷൻ വരാം, അതുപോലെ സ്റ്റോൺ മൂത്രാശയ കല്ല് പോലെ ഉണ്ടായി വരാം. പിന്നെ ഇതിന്റെ ഈ ഇങ്ങനെ പാസ് ചെയ്ത് കിടക്കുന്നത് കാരണം കിഡ്നിക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ വരാം. ക്രോണിക് കിഡ്നി ഡിസീസിലേക്ക് പോകാമെന്നുള്ളതാണ്. അത് ഇൻഫെക്ഷൻ കൊണ്ടും വരാം. പിന്നെ പ്രഷർ കൂടുന്ന യൂറിറ്ററി ട്രാക്റ്റിനകത്തേയും പ്രഷർ കൂടുന്നതൊക്കെയാണ് ഇതിന് കാരണം. നെക്സ്റ്റ് അതിന്റെ ഡയഗ്നോസിസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, നമ്മൾ വയറിന് ചെയ്യുന്ന അൾട്രാസൗണ്ട് സ്കാൻ, അതിൽ നമുക്കിതെല്ലാം അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അബ്ഡോമിനൽ അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അതിൻ്റെ കൂടെ നമുക്ക് ലിവർ, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ കൂടെ അറിയാൻ പറ്റും. അതാണ് സ്പെസിഫിക് ആയിട്ട് നമ്മളിപ്പോൾ ഒരു സംശയം തോന്നുന്ന മൂത്രതടസ്സമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു അൾട്രാസൗണ്ട് സ്കാനാണ്. അതുപോലെ തന്നെ ഇതിന് സ്പെസിഫിക് ആയിട്ടൊരു ടെസ്റ്റ് നോക്കുക എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണും DHT, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ. അത് നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് മെയിൽ ഹോർമോണിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ വളർച്ചയും എല്ലാം വരുന്നത്. അപ്പൊ ഈ മെയിൽ ഹോർമോൺസിന്റെ കൂടുതലും വരാം. അതിന്റെ ചിലർക്ക് എല്ലാവർക്കും കൂടുതൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ചിലർക്കൊക്കെ ഒബേസിറ്റി ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ മെയിൽ ഹോർമോൺ കുറവായിരിക്കും, പക്ഷെ ഇത് വരാം. ടെസ്റ്റോസ്റ്ററോൺ നോക്കുമ്പോൾ കുറവായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ചില പ്രിക്കസേഴ്സ് ഓഫ് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, അതിന്റെ അളവ് കൂടുന്നതും, അതുപോലെ ഈസ്ട്രജൻ, ഈ ഓവർ ഫാറ്റ് ഉള്ള മെയിൽ ബോഡിയിൽ ഈ ലേഡീസിന്റെ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രജൻ കൂടും. അപ്പൊ അത് അങ്ങനെയൊക്കെ കുറെ മെക്കാനിസംസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലരിൽ കൂടുതൽ പേരിലും ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് കൂടാനും, അതുപോലെ DHT എന്ന് പറഞ്ഞ് മോർ ആക്റ്റീവ് ഫോം ഓഫ് ഒരു ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, ഒരു 10 times പൊട്ടന്റ് ആണ്. ടെസ്റ്റോസ്റ്ററോണിനേക്കാളും കൂടുതൽ ആക്റ്റീവ് ആണ് DHT, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോൺ. അതിന്റെ അളവ് കൂടുതലായിരിക്കും. അതാണ് നമ്മൾ സ്പെസിഫിക്കലി നോക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലം ഉള്ളവര്, കഷണ്ടി ഉള്ളവര്, ഈ പുരുഷന്മാരിലെ കഷണ്ടിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ്. കഷണ്ടി ഉള്ളവർക്ക് പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസ് വരാൻ ചാൻസ് കൂടുതലാണെന്നുള്ളതാണ്. നെക്സ്റ്റ് എന്തൊക്കെയാണ്, എങ്ങനെയുള്ളവരിലാണ് ഈ കൂടുതൽ വരാൻ ചാൻസ് എന്നുള്ളത്, ഒന്ന് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, പിന്നെ മെറ്റബോളിക് സിൻഡ്രോം, ഈ ഒബേസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ ഉള്ളവരിൽ, എക്സസൈസ് കുറവുള്ളവരിൽ ഒക്കെയാണ് ഇത് വരുന്നത്. പിന്നെ ഒരു സിംറ്റമാറ്റിക്കലി നോക്കിയാൽ ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻ, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ അങ്ങനെയൊക്കെ ഉള്ളവർ എപ്പോഴും പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കുന്നത്, ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ചിലതരം മെഡിസിൻസും ഈ പ്രോബ്ലം ഉണ്ടാക്കാന്നുള്ളതാണ്. സ്യൂഡോ എഫെക്ട്രിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് മെഡിസിൻ ഉണ്ട്, ചില നമ്മൾ ഈ ചുമയ്ക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആന്റികോളിനർജിക്സ്. പിന്നെ ചിലതരം BP മെഡിസിൻസ്, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, തൈസൈഡ് ഡയററ്റിക്സ്, ഇങ്ങനെയുള്ള ചിലതരം BP മെഡിസിൻസും ഈ പ്രോസ്റ്റേറ്റിന്റെ കുറച്ചും കൂടെ അഗ്രവേറ്റ് ചെയ്യാനും, പ്രോസ്റ്റേറ്റിന്റെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമ്പം ഇങ്ങനത്തെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ പ്രോസ്റ്റേറ്റിന്റെ സിംറ്റംസ് കൂടാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഈ പ്രോസ്റ്റേറ്റിക് എൻലാർജ്മെന്റ് ട്രീറ്റ്മെന്റ്, അതായത് BPHന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളതാണ്. ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഇതൊക്കെ ജീവിതശൈലി രോഗമാണ്. അപ്പം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക,
ഒബേസിറ്റി ഉണ്ടെങ്കിൽ കുറയ്ക്കുക, എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലൊക്കെ ടോക്സിൻസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുക. കാരണം ഈ ടോക്സിൻസും നമ്മുടെ ഈ ബോഡിയിൽ ഒബേസിറ്റി ഉള്ളപ്പോൾ നമ്മുടെ ഈ എക്സസ് ഫാറ്റ് തന്നെ ഒരു ടോക്സിൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിനകത്തേക്ക് കുറച്ച് പിന്നെയും ടോക്സിൻസ് അടിഞ്ഞു കയറുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ കളയുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കഫീൻ്റെ ഇൻടേക്ക് കുറയ്ക്കുന്നതും, അതൊക്കെ യൂറിൻ പാസ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള തടസ്സത്തിന് വേണ്ടിയിട്ട് കുറയ്ക്കാൻ ഉപകരിക്കും. അതുപോലെ പല സ്റ്റഡീസും കാണിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് നിന്നുകൊണ്ട് യൂറിൻ പാസ് ചെയ്യുന്നതിനും കുറച്ചും കൂടെ യൂറിൻ പോകാൻ എളുപ്പമായിരിക്കും ഇരുന്നുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോസ്റ്റേറ്റിന്റെ വളർച്ച ഇനിയും കൂടുന്നത് കുറയ്ക്കാനും ഒക്കെ പറ്റിയെന്നിരിക്കും. പക്ഷെ ഈ വെയിറ്റ് ലോസും എക്സസൈസും അതിനൊക്കെ പറ്റും. പക്ഷെ ഈ കഫിൻ കുറയ്ക്കുക എന്നുള്ളത്, അതുപോലെ വോയിഡിങ് പൊസിഷനൊക്കെ അത് ആ യൂറിന്റെ അപ്പോഴത്തെ തടസ്സത്തെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന്റെ മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഈ ആൽഫ ബ്ലോക്കേഴ്സ് വിഭാഗത്തിൽപ്പെട്ട ആൽഫ അഗനിസ്റ്റ് ആ രീതിയിലുള്ള മരുന്നുകളാണ്. അതായത് ആൽഫ റിസപ്റ്റേഴ്സിന് ബ്ലോക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതാണ് യൂഷ്വലി ഉപയോഗിക്കുന്ന ആൽഫ്ലൂസോസിൻ, ഡെക്സാസോസിൻ എന്നൊക്കെ പറഞ്ഞ് കുറെ സ്റ്റിൽഡോസോസിൻ, ഓസിൻ എന്നുള്ള ഇതിൽ വേണ്ടി ചെയ്യുന്ന കുറച്ച് മരുന്നുകളാണ്. ടാംസിലോസിൻ എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് മരുന്നുകളുണ്ട്. അതൊക്കെ നമ്മൾ അതും പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലംസിനെ അത് പരിഹരിക്കുകയല്ല, മൂത്ര തടസ്സം ഒന്നും അപ്പോഴേക്ക് ഒരു ആശ്വാസം കിട്ടിക്കാൻ വേണ്ടി. അതായത് മൂത്രം പോകുന്നത് എപ്പോഴെപ്പോഴും ആ മൂത്ര സംബന്ധമായ സിംറ്റംസിനൊരു റിലീഫ് മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് അപ്പൊ അതിന്റെ ആണെങ്കിൽ അതാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ. അതിന് ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇത് യൂഷ്വലി രാത്രിയിലായിരിക്കും കഴിക്കാൻ പറയുന്നത്. അപ്പൊ ഇതിനൊരു ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയും. ഇത് എഴുന്നേറ്റ് നിൽക്കുമ്പം ചിലപ്പം BP കുറഞ്ഞു വന്ന് തലകറക്കം പോലെ വരാം. അതാണ് അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതില് പിന്നെ ഒരു ഇജാക്കുലേറ്ററി ചേഞ്ചസ്, അതായത് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് പോലെയുള്ള ഈ മരുന്നുകൊണ്ടും കൂടെ വരാം എന്നുള്ളതാണ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷന്, തലവേദന വരാം ചിലർക്ക്, ഇനി മൂക്കടുപ്പ് പോലെ വരാം. ഓൾറെഡി അലർജി മൂക്കടുപ്പൊക്കെ ഉള്ളവർ ഈ മരുന്നുകളും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലം വരാം. അതുപോലെ പ്രഷറിന് വേണ്ടിയിട്ട് ഓൾറെഡി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്ട് ഇതും കൂടെ കഴിക്കുമ്പം പ്രഷർ കുറഞ്ഞു പോയിട്ടുള്ള ഈ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർടെൻഷൻ വന്ന് ഒന്ന് തലകറക്കം വരാം, അതുപോലെ ക്ഷീണം പോലെ വരാനുള്ള സാധ്യതയും കൂടെ അല്ല. അപ്പൊ അതാണ് ഈ ടൈപ്പ് മരുന്നിന്റെ. പിന്നെ ഒരു മേജർ ആയിട്ടുള്ള മരുന്ന് ഉപയോഗിക്കുന്ന 5-ആൽഫ റിഡക്ടേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലുള്ളതാണ്. അതാണ് ഫെനസ്ട്രൈഡ്, ഡ്യൂട്ടാസ്ട്രൈഡ് എന്നൊക്കെ പറയുന്ന മരുന്ന്. അപ്പൊ ഈ രണ്ട് മരുന്നുകളുടെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ചെയ്യുന്ന ആന്റി ടെസ്റ്റോസ്ട്രോൺ ആണ്. ഈ ടെസ്റ്റോസ്ട്രോണിനെ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്ട്രോൺ ആക്കുന്നത്, അതിന്റെ കൂടിയ ഫോമിലേക്ക് മാറ്റുന്ന ഇതിന് വേണ്ട ഒരു എൻസൈമാണ് ഈ 5-ആൽഫ റിഡക്ടേസ് ഗ്രൂപ്പിലുള്ള. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്ത് ടെസ്റ്റോസ്ട്രോണിനെ DHT ആക്കാതെ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആ മരുന്നിന്റെ ഇതിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അതും സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കാം. പിന്നെ അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ മിക്കവാറും മരുന്നുകൾ മറ്റേ ആൽഫ അഗനിസ്റ്റ് ഒക്കെ പോലെയുള്ള മരുന്നുകളാണെങ്കിൽ അത് വൺസ് ഇത് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈഡ് ഇഫക്റ്റ് പോകും, മരുന്നിന്റെ പിന്നെ നിൽക്കുകയല്ല. പക്ഷെ ഈ ഫെനസ്ട്രൈഡ് പോലെയുള്ള മരുന്ന് വൺസ് നമ്മൾ കൂടുതൽ നാൾ കഴിച്ചു കഴിഞ്ഞാൽ ആ സെക്ഷൽ ഡിസ്ഫങ്ഷൻ വരുന്ന ആ മരുന്ന് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും മാറാതെ നിൽക്കും. അതിനൊരു ഫെനസ്ട്രൈഡ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞത് ഒരു കാലത്ത് ഒത്തിരി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതായത് ഈ മരുന്നൊക്കെ തുടങ്ങിയ കാലങ്ങളിൽ ഇത് അറിയില്ലായിരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒത്തിരി പേർക്കും ഈ ഫെനസ്ട്രൈഡ് സിൻഡ്രോം അത് കഴിഞ്ഞിട്ട് നിർത്തി കഴിഞ്ഞിട്ടും ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് റിവേഴ്സ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് അവിടെ ഒരു ക്യാൻസർ സ്റ്റേജിലേക്ക് എല്ലാം പോയിട്ടുണ്ടെങ്കിൽ ക്യാൻസർ അറിയാതെ പോകും എന്നുള്ളതാണ്. ഈ ഏർലി സ്റ്റേജിൽ ക്യാൻസർ അറിയാതെ പോകും. അപ്പൊ അതാണ് വേറൊരു പ്രോബ്ലം ഇതുകൊണ്ട് വരാവുന്നത്, ഈ മരുന്നിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാവുന്നത്. നെക്സ്റ്റ് മരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സർജറിയാണുള്ളത്. ഇപ്പം നമ്മൾ കൂടുതൽ ആദ്യത്തെ നിലയിൽ ഡോക്ടേഴ്സ് മരുന്നായിരിക്കും തരുന്നത്. അത് കഴിഞ്ഞാൽ മൂത്രതടസ്സമൊക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെയാണ് സർജറിയിലേക്ക് പോകുന്നത്. അതിന് ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ പണ്ടാണെങ്കിൽ നമ്മൾ ഓപ്പൺ സർജറിയാണ് കൂടുതൽ ചെയ്തിരുന്നത്. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ട്രാൻസ്യൂറിത്രൽ റിസെക്ഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ്, TURP എന്ന് പറയുന്ന ഒരു ഇതാണ്, ഒരു ഓപ്പറേറ്റീവ് പ്രൊസീജിയറാണ്. അതൊരു എൻഡോസ്കോപ്പ് പോലെയുള്ളത് വെച്ച് നമ്മൾ ആ പ്രോസ്റ്റേറ്റിന്റെ ആ ഭാഗത്ത് ഒരു
സ്ക്രേപ്പ് ചെയ്ത് മാറ്റിക്കളഞ്ഞ് ആ യൂറിനെ ഒന്ന് ഫ്ലോ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരിതാണ്. അപ്പൊ അതിലൊരു 20% ഓഫ് ദി കുറച്ച് സൈഡ് എഫക്ട്സ് ഇതിന് വരാം. പല സൈഡ് എഫക്ട്സും വരാം. ഒരു 20% എങ്കിലും സൈഡ് എഫക്ട് വരാമെന്നാണ്. അതിനൊന്ന് ഒന്ന് റിട്രോഗ്രേഡ് ജാക്കുലേഷൻ എന്ന് പറയുമ്പം സെമൻ പുറത്തേക്ക് വരേണ്ടതിന് പകരം ബ്ലാഡറിലേക്ക് പോകും. അപ്പം ഈ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളൊക്കെ വരാം കുട്ടികളൊക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ, യൂറിനറി ഇൻകോണ്ടിനൻസ്, ചിലപ്പം നമ്മൾ മൂത്ര തടസ്സത്തിനായിട്ട് ചെയ്തിട്ട് ചിലപ്പോൾ മൂത്രം അറിയാതെ പോകുന്ന ഒരു നിലയിലേക്ക് വരാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫൈബ്രോസിസ് പോലെ സ്ട്രിക്ചേഴ്സ് വരാം. അതായത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സ്കാറിങ് വരുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ട്രിച്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം മൂത്ര തടസ്സം തന്നെയായിട്ട് മാറാം. അതായത് ഫ്ലോയ്ക്കാം, ട്യൂബ് ചുരുങ്ങിപ്പോകാം, അതുകൊണ്ട് വരുന്ന തടസ്സങ്ങൾ വരാം. അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ മൂത്ര തടസ്സം മാറ്റാനാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് വരാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇപ്പം കൂടുതലായിട്ടും മിനിമലി ഇൻവേസീവ് ട്രാൻസ്യൂറിത്രൽ നീഡിൽ അബ്ലേഷൻ ഓഫ് ദി പ്രോസ്റ്റേറ്റ് എന്നും പറഞ്ഞുണ്ട്. അത് ലേസറും അങ്ങനെ പല രീതിയിൽ ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസ്യൂറിത്രൽ മൈക്രോവേവ് തെർമോ തെറാപ്പി എന്നുണ്ട്. പിന്നെ പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബളൈസേഷൻ, അത് യൂഷ്വലി ചെയ്യുന്നത് ഈ ഇന്റർവെൻഷണൽ ആയിട്ട് ചെയ്യുന്ന ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്. ശരിക്കും യൂറോളജിസ്റ്റും ഒരു കമ്പൈൻഡ് ആയിട്ടാണ് ഈ എംബളൈസേഷൻ ചെയ്യുന്നത്. അത് ഈ പ്രോസ്റ്റേറ്റിക് ആർട്ടറിക്കകത്തേക്ക് കെമിക്കൽ ഇഞ്ചെക്ട് ചെയ്ത് അതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വാട്ടർ വേപ്പർ, അതായത് നമ്മുടെ നീരാവി, അതായത് സ്റ്റീം വെച്ച് ഉള്ള തെർമൽ തെറാപ്പി, അങ്ങനെ പല രീതിയിൽ ഇതെല്ലാം ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ പ്രോസ്റ്റേറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു മുഴ പോലെ അങ്ങനെ അങ്ങോട്ട് ഇരിക്കുകയല്ല ചെയ്യുന്നത്, അത് മൊത്തത്തിൽ ഓവർ ഗ്രോ ചെയ്യുകയാണ് ഈ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതിന്റെ ഏതൊരു ലോബോ അല്ലെ ഏതൊരു ഭാഗമൊക്കെ ആയിരിക്കും. അപ്പൊ അവിടുത്തെ ഒക്കെയാണ് ഇത് നോക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു മുഴ ഇങ്ങനെ എടുത്തു കളയുന്നത് പോലെ, ഇപ്പൊ നമ്മളൊരു കയ്യിലൊക്കെ ഒരു മുഴ അല്ലെ സ്കിന്നിനടിയിൽ ഒരു മുഴ വരുമ്പോൾ അതിന് മാത്രം എടുത്തു കളയാലോ, അതുപോലെ അത്ര സിമ്പിൾ അല്ല ഈ സർജറി. അതുകൊണ്ട് തന്നെ അതൊരു കോംപ്ലിക്കേറ്റഡ് ഏരിയ ആയതുകൊണ്ട് ബേസിക്കലി മെയിൻലി വരുന്ന കോംപ്ലിക്കേഷൻ വരാവുന്ന എല്ലാം മൂത്ര സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷനും ആയിരിക്കും. ഇതിന്റെ എല്ലാം രോഗത്തിന്റെ കോംപ്ലിക്കേഷൻ സിംറ്റംസും അതായിരിക്കും, സൈഡ് ഇഫക്ട്സ് വരുന്നത് അതിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഈ BPH കുറിച്ചും പ്രോസ്റ്റേറ്റിനെ കുറിച്ചും ഒക്കെ പറയുമ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ BPH-ഉം ഈ ബോൾഡിങ്ങും കഷണ്ടിയും തമ്മിലൊരു ബന്ധമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന ലേഡീസിൽ വരുന്ന PCOS എന്ന് പറയുമല്ലോ, ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയും ഹെയർ ഗ്രോത്ത് കൂടുതൽ വരിക, അതുപോലെ അതായത് മുഖത്തും മുഖത്തും ഉള്ള ഭാഗങ്ങളിലൊക്കെ ചിന്നിലും ഒക്കെ ഹെയർ കൂടുതൽ ഗ്രോ ചെയ്യാൻ, ലേഡീസിനും ഹെയർ ഫോൾ വരിക, ബോൾഡിങ് പോലെ വരിക, ഇതൊരു PCOS എന്ന് പറയും. അപ്പം ഈ ലേഡീസിൽ വരുന്ന ഈ PCOS-ഉം ജെൻസിൽ വരുന്ന കഷണ്ടിയും BPH അതിന്റെ ഈക്വലന്റ് ആണെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് അമ്മയ്ക്ക് ഇപ്പം നമ്മളെ നേരത്തെ അച്ഛന് പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലംസ് ഉള്ള മക്കൾക്ക് വരാമെന്ന, അപ്പൊ അതുപോലെ തന്നെ അമ്മയ്ക്ക് PCOD അല്ലെങ്കിൽ ഫാമിലിയിൽ കസിൻസിന് സിസ്റ്റേഴ്സിനൊക്കെ PCOD ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള പുരുഷന്മാരിൽ അവർക്ക് അതിന്റെ ഇതായിട്ട് വരുന്നത് ബോൾഡിങ്ങും BPH-ഉം ആയിരിക്കും വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഈ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് എടുക്കുന്ന ഈ ഫെനസ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ ആൽഫ റിഡക്ടേഴ്സ് എന്ന് പറഞ്ഞ മരുന്നുണ്ടല്ലോ, അതാണെങ്കിലും ഈ ലേഡീസിലും കഷണ്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ജെൻസിലും ഈ കഷണ്ടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണുള്ളത്. അതായത് പ്രോസ്റ്റേറ്റിന് കൊടുക്കുന്ന ഈ ഫെനസ്ട്രൈഡ്, ഡ്യൂട്രാസ്ട്രോയിഡ് ഒക്കെ തന്നെ ലേഡീസിലെ ഈ പ്രത്യേകിച്ച് ഈ കഷണ്ടി പോലെ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിന്, ഹെർസ്യൂട്ടിസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കാരണം അത് ആന്റി ടെസ്റ്റോസ്റ്ററോൺ ആണ്, ഇതിന്റെ രണ്ടിലും അതാണ് വരുന്നത്. അപ്പം കോമൺ മെഡിസിൻ ആണ്. ഈവൻ പുരുഷന്മാരിലെ കഷണ്ടിക്കും BPH-നും ഒരേ മരുന്ന് തന്നെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ലേഡീസിലെ ഓവർ ഹെയർ ഗ്രോത്തിനും ബോൾഡിങ്ങിനും സെയിം മരുന്ന് തന്നെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ, നേരത്തെ ഞാൻ പറഞ്ഞു ഇതിന്റെ കോംപ്ലിക്കേഷനെ കുറിച്ച്. അപ്പൊ ഇതിലും ബേസിക്കലി സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഡിപ്രഷൻ, ബ്രസ്റ്റ് എൻഗോജ്മെന്റ്, ഇതൊക്കെയാണ്
ഇതിൻ്റെ വരാവുന്ന, അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മാസ്ക് ചെയ്യുക, ഈ പോസ്റ്റ് ഫ്രെനസ്ട്രേറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഇതൊക്കെയാണ് ഈ മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ്. അപ്പം നമ്മൾ കഷണ്ടിക്ക് വേണ്ടിയിട്ട് ഈ മരുന്ന് കഴിക്കുന്നവരും അതുപോലെ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് കഴിക്കുന്നവരും ഇതും കൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് മരുന്ന് കഴിക്കുമ്പോഴും അതിൻ്റെ സൈഡ് എഫക്ട്സും കൂടെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മളൊരു മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ഇതുവരെ പറഞ്ഞത് BPH-നെ കുറിച്ചാണ്. ഇനി നെക്സ്റ്റ് ഉള്ള ഒരു മേജർ പ്രോബ്ലം പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. അത് രണ്ടാമത്തെ മേജർ ക്യാൻസർ, മരണകാരണമാകുന്ന രണ്ടാമത്തെ മേജർ ക്യാൻസർ ആണ് ഇത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. യൂഷ്വലി അതിന് തുടക്കത്തിൽ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബേസിക്കലി 8 പേരിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിലും 40-ൽ ഒരാൾ മാത്രമേ ഇതിന്റെ പേരിൽ മരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത്ര കോമൺ ആണിത്. പക്ഷെ അതത്ര വാസ്റ്റ് ഗ്രോയിങ് അല്ല, യൂഷ്വലി അത്ര അഗ്രസീവ് അല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഇതിൻ്റെയും BPH-ന്റെ പോലെ തന്നെയാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷന്, യൂറിനറി പ്രോബ്ലം, ഇതൊക്കെയാണ് ഇതിൻ്റെയും സിംറ്റംസ് വരുന്നത്. പിന്നെ ബ്ലഡ് യൂറിനിൽ ബ്ലഡ് കണ്ടാൽ അതും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. BPH-ന് സാധാരണ നിലയിൽ അങ്ങനെ ബ്ലഡ് കാണാറില്ല. പക്ഷെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് യൂറിനിലും വരാം, അതുപോലെ സെമനിൽ ബ്ലഡ് കണ്ടു കഴിഞ്ഞാലും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ സെക്ഷൽ ഡിസ്ഫങ്ഷനും വരാം, യൂറിനറി പ്രോബ്ലം, ജസ്റ്റ് ലൈക്ക് BPH-ന്റെ പോലെ അത് രണ്ടിലും വരാം. പക്ഷെ ഇത് ബ്ലഡ് യൂറിനിലോ സെമനിലോ കണ്ടാലും നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും നമ്മൾ ഡയഗ്നോസ് വരുമ്പോഴേക്കും ലേറ്റ് സ്റ്റേജ് ഓഫ് ക്യാൻസർ ആണെങ്കിൽ അപ്പോഴേക്കും ചിലപ്പോൾ ബോണിൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരാവുന്നത് ബോൺ സെക്കൻഡറീസ് ഒക്കെയാണ്. അസ്ഥികളിലേക്ക് പടരുക, അല്ലെങ്കിൽ ലോക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ യൂറിൻ്റെ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലപ്പം ബോൺ പെയിന്, അല്ലെങ്കിൽ ഫ്രാക്ചർ, അല്ല ഈവൻ ഈ വെർട്ടിബ്രൽ ബോൺസിന്, അതായത് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തെ ഉള്ള ബോണിൻ്റെയൊക്കെയാണ് ചിലപ്പം സിവിയർ പെയിന്, പാരാലിസിസ്, ഇങ്ങനത്തെ ഇതിലേക്കൊക്കെ വരാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പോൾ. നെക്സ്റ്റ് നമ്മൾ ഡയഗ്നോസിസ്, എങ്ങനെ ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ, ഒന്ന് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മളൊരു സ്ക്രീനിങ് പോലെ ചെയ്യാവുന്ന PSA, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്നുള്ള ട്യൂമർ മാർക്കറാണ്. അത് ശരിക്കും ഇപ്പോൾ ഒക്കെ എല്ലാവരും വളരെ കോമൺ ആയിട്ട് ജെൻസിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ PSA കൂടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നതാണ് ബയോപ്സി, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ PET സ്കാനാണ് ഏറ്റവും യൂസ്ഫുൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PSA കൂടുന്നു, അതും കുറച്ചധികം കൂടുതലല്ലോ, ചെറുതായിട്ടൊക്കെ നമ്മൾ ലെസ് ദാൻ 3 to 4 ആണ് സാധാരണ പറയുക. അതിലൊരു 5, 6, 7, 8, ഇവൻ 10, 15 ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ചിട്ട് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ്. കാരണം ഇത് നമ്മളിപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ PSA കൂടിയാലും നമ്മൾ ക്യാൻസർ വന്നൊന്നും വരുന്ന ഓടിപ്പോയി നമ്മൾ സർജറി ഒന്നും ചെയ്ത് പ്രോസ്റ്റേറ്റിനെ എടുത്തു കളയുക, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം പലപ്പോഴും അത് വളരെ സ്ലോ ഗ്രോയിങ് ആണ്. അപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്ത് നമ്മൾ നോക്കിയാൽ മതിയാവും. PSA കുറയുന്നുണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. കാരണം നല്ലൊരു മാർക്കറുണ്ട്. അപ്പോൾ ആ മാർക്കർ കുറഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു ജീവിതശൈലി രോഗമാണല്ലോ, ജീവിതശൈലി കറക്റ്റ് ചെയ്യുമ്പം അതിൻ്റെ പ്രോസ്റ്റേറ്റ് PSA എന്നൊരു മാർക്കറും ഉണ്ട്. അത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കൂടുതൽ വറി തോന്നുവാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു PET സ്കാൻ നോക്കാം. ഇപ്പം ബയോപ്സി ഒക്കെ എടുക്കുമ്പോൾ അത് പെയിൻഫുൾ ആണ്, അതിൻ്റെ ഇൻഫ്ലമേഷനും ഒക്കെ വരും. അപ്പം ഇന്നിപ്പം നമുക്ക് ഐഡിയയില്ല. അത് മാത്രമല്ല, ബയോപ്സി നമ്മൾ ബ്ലൈൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്ത ഭാഗം എല്ലാം പ്രോസ്റ്റേറ്റിനെ മൊത്തം കൂടെ അല്ലല്ലോ ബയോപ്സി ചെയ്യുന്നത്. ആ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ അത് റിപ്പോർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൽ ബയോപ്സി ചെയ്തു പക്ഷെ നെഗറ്റീവ് എന്ന് ഡോക്ടർ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പ്രോസ്റ്റേറ്റ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരാം. അതൊന്നും ഡോക്ടർമാരുടെ കുഴപ്പം കൊണ്ടല്ല അങ്ങനെ വരുന്നത്. കാരണം എല്ലായിടത്തും നമുക്ക് ബയോപ്സി എടുക്കാൻ പറ്റില്ല. ഇതിൽ എടുത്ത ഭാഗത്ത് ഇല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമുക്ക് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് സ്കാനിങ് ഉള്ളപ്പം അത് വളരെ ഇഫക്റ്റീവാണ്. PET സ്കാൻ പ്രത്യേകിച്ച് FBG, അതായത് ഈ റേഡിയോ ലേബിൾഡ് ഗ്ലൂക്കോസ് വെച്ച് ചെയ്യുന്നത് കൊണ്ട്
പിന്നെ ഇപ്പോഴത്തെ അതിലും കുറച്ചും കൂടെ, കാരണം അത് ഈ യൂറിനറി ബ്ലാഡർ ഇതെല്ലാം കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഡോക്ടേഴ്സിന് ഐഡിയ കിട്ടുന്നത് Gallium-68 ലേബിൾഡ് PSMA പെറ്റ് CT എന്ന് പറഞ്ഞുണ്ട്. അതാണ് കുറച്ചും കൂടെ പെറ്റ് സ്കാനിന്. പിന്നെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ Gallium-68 PSMA സ്കാനിന്റെ ഒപ്പം തന്നെ ആദ്യം അതെടുക്കുക, അത് കഴിഞ്ഞിട്ട് FTGയും കൂടെ വെച്ചെടുക്കുക. അപ്പം ഇതും കൂടെ രണ്ടും കൂടെ ഒന്നിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ മോർ എഫക്റ്റീവ് ആയിട്ട് ഡയഗ്നോസ്റ്റിക് പോയിന്റ് ഓഫ് ഇത് വരും. പിന്നെ ഇതിന്റെ എല്ലാം കൂടെ ആ കെമിക്കൽ എല്ലാം കൂടെ വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് വറി ചെയ്യാവുന്നതുള്ളത്. അതർവൈസ് ഇതാണ് മോർ ഡെഫിനറ്റീവ് ആയിട്ട് നമുക്ക് റിസൾട്ട് അറിയാം. അപ്പം അതുകൊണ്ട് ശരിക്കും ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഇതിലേക്ക് പോകേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് ഒത്തിരി ഹൈ ആണ്, 100ന് മുകളിലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ് സിറ്റുവേഷൻ നോക്കണമല്ലോ, എന്നാലല്ലേ നമ്മൾ മോർ സീരിയസ് ആവുള്ളൂ. ഇപ്പം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനാണേലും ഏത് രീതിയിലാണേലും മോർ സീരിയസ്. നമ്മൾ സെക്കൻഡറീസ് പ്രോസ്റ്റേറ്റിന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രോസ്റ്റേറ്റ് എടുത്തു കളയുന്ന ഓപ്പറേഷനുകൾക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ കീമോതെറാപ്പി, റേഡിയേഷൻ അങ്ങനത്തെ ട്രീറ്റ്മെന്റിനെ കാര്യമുള്ളൂ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു പെറ്റ് സ്കാൻ ആവശ്യമായിട്ട് വരാം. ഈ ക്യാൻസർ ഉള്ളതായിട്ട് അവർ അറിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ലൈഫ് ടൈമിൽ. അപ്പൊ അത്ര കോമൺ ആണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പക്ഷെ വളരെ സ്ലോ ഗ്രോയിങ് ആയതുകൊണ്ട് അവരുടെ ലൈഫ് ടൈമിൽ ഇവൻ ഡയഗ്നോസ് ചെയ്തവർക്ക് പോലും അതിന്റെ പേരിൽ മരണത്തിലേക്ക് പോകേണ്ട വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഈ അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ ഓവർ അഗ്രസീവ് ട്രീറ്റ്മെന്റ് അതിലേക്ക് പോകുന്നതിനെ കുറിച്ചും കൂടെ നമ്മൾ അവെയർ ആവണം എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈ പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസിന്റെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. ബേസിക്കലി 50 to 75% ഓഫ് ദി പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ നമ്മുടെ ലൈഫ് ടൈമിൽ അതൊരു സിംറ്റമാറ്റിക് ആവാറില്ല എന്നുള്ളതാണ്. അത് വെരി സ്ലോ ഗ്രോയിങ് ആണ്. അപ്പം ഏറ്റവും കുറച്ച് ഇതൊക്കെ മാത്രം, വേറെ സെക്കൻഡറീസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാച്ച് ആൻഡ് വെയിറ്റ് എന്നുള്ള ഒരു പോളിസിയാണ് ആൻഡ് ആക്റ്റീവ് സർവൈലൻസ്, അതാണ് കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നിലയിൽ PSA വെച്ച് സ്ക്രീൻ ചെയ്യുന്നുണ്ടല്ലോ. സ്ക്രീൻ ചെയ്യുമ്പം ഓവർ ട്രീറ്റ്മെന്റ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നതെന്നാണ് കാണുന്നത്. കാരണം ഈ സ്ലോ ഗ്രോയിങ് ട്യൂമറാണ്. 50 to 75% ലൈഫ് ടൈമിൽ പ്രോബ്ലം വരാറില്ല. അപ്പം നമ്മൾ ഒരു ചെറുതായിട്ട് PSA കണ്ടതെന്നും പറഞ്ഞ് പലരും കാണാറുണ്ട്. അവർക്ക് പിന്നെ സമാധാനമില്ല ആ ഓർഗൻ എടുത്തു കളഞ്ഞില്ലെങ്കിൽ. അപ്പം ക്യാൻസറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ റാഡിക്കൽ പ്രോസ്റ്റെക്ടമിയാണ്. റാഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ലിംഫ് നോഡ്സിനെയും കൂടി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാകും. പിന്നെ അതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് യൂറിനറി ലീക്ക്, യൂറിനറി പ്രോബ്ലം, സെക്ഷൽ ഡിസ്ഫങ്ഷൻസും ഉണ്ടാകും. അപ്പൊ ചെറിയ നിലയിലുള്ള PSA കൂടി നമ്മൾ PSA നോക്കണം. ഡെഫിനറ്റ്ലി അത് PSA നോക്കി നമ്മളത് ജീവിതശൈലി വെച്ച് കറക്റ്റ് ചെയ്യാനാണ് നോക്കണം. പ്രത്യേകിച്ച് നമ്മൾ PSA തന്നെ നമ്മൾ ജീവിതശൈലി നോക്കും കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ കുറഞ്ഞു വരുന്നത് കാണാം. അപ്പം നമ്മൾ പിന്നെ അറിയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മളിങ്ങനെ റാഡിക്കലായിട്ടുള്ള പ്രോസ്റ്റേറ്റിനെ തന്നെ എടുത്തു കളയാം. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന റേഡിയേഷന്, കീമോതെറാപ്പി, ഇതൊക്കെ ഇപ്പം പുതിയ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിക്കേഷൻസും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വീണ്ടും ആൾക്കാർ യൂഷ്വലി കാണുന്ന പേഷ്യൻസ് ഒക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതങ്ങ് ക്യൂർ ആകുന്നില്ല. പിന്നെയും അതിന്റെ സൈഡ് എഫക്ട്സും പിന്നെ അതിന്റെ സെക്കൻഡറീസും ഇങ്ങനെയായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഒന്നാമതൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ട്രീറ്റ്മെന്റിൽ വരുമ്പോൾ നമ്മൾ ഈ റേഡിയേഷനും സർജറിയും കീമോതെറാപ്പിയിലും മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ശരിക്കും ഇതിന്റെ റൂട്ട് കോസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആരും കറക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടും കൂടെയാണ് ഈ പ്രോബ്ലംസ് വരാനായിട്ടുള്ള ഇങ്ങനെ കൂടുതൽ ഇതിലേക്ക് വരുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റിനെ എടുത്ത് കളഞ്ഞ മെറ്റാസ്റ്റേസ്, അതായത് സെക്കൻഡറീസ്, പ്രോസ്റ്റേറ്റ് പുറത്തേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എടുത്തു കളഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ റേഡിയേഷൻ, കീമോതെറാപ്പി എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കാവുന്നത്. ഡെഫിനറ്റ്ലി മറ്റ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഓപ്ഷൻ ഇസ് ദർ. നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഈ സർജറി ചെയ്യുന്നത് എന്നുള്ളത്. പലതരത്തിൽ ഇപ്പൊ സർജറി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റോബോട്ടിക് സർജറി ഉണ്ട്, അതിനാണ് സൈഡ് എഫക്റ്റ് കുറവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് കൺഫൈൻഡ് ആയിട്ടുള്ള സ്റ്റേജ് 1 ഇതിലാണ് നമ്മൾ പ്രോസ്റ്റേറ്റിനെ എടുത്തു കളയുന്ന ഓപ്പറേഷൻ ഇഫക്റ്റീവ് ആകുന്നത്. അതിൽ ഈ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് സർജറിയാണ്. അതായത് ഫുള്ളി റോബോട്ട് അല്ല സർജറി ചെയ്യുന്നത്. ശരിക്കും റോബോട്ട് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആംസ് വെച്ച്
ഒരു ഡോക്ടർ തന്നെയാണ്, സർജൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു രീതിക്കുള്ള വ്യത്യാസം. ഇപ്പൊ നമുക്ക് നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ആ ഓപ്പറേറ്റീവ് സിസ്റ്റംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള. നമ്മൾ അങ്ങനത്തെ ഒരു ഓപ്പറേഷന് പോകുന്നതിന് മുമ്പ് ഇപ്പൊ റോബോട്ടിക് സർജറിയും, ഇപ്പം റോബോട്ടിക് സർജറി ഒത്തിരി കോസ്റ്റ് കൂടുതലാണ്. നമ്മൾ ജനറലി റോബോട്ടിക് സർജറി എന്നാണ് പറയുന്നത്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് സർജറി ആണെങ്കിലും അതിനെ മറ്റതിനെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കോസ്റ്റ് കൂടുതലാണ്. ബിക്കോസ് അത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നുണ്ടല്ലോ. മോർ പ്രിസൈസ് ആണെന്നൊക്കെ പറയുന്നു, പക്ഷെ രണ്ടിനെ കുറിച്ചും സ്റ്റഡീസിൽ രണ്ടും തമ്മിൽ കാര്യമായ മറ്റുള്ള സർജറിയും ഇതും തമ്മിൽ വലിയ അഡ്വാൻറ്റേജ് ഉണ്ടതായിട്ട് പറയുന്നില്ല. പലരും പറയാറുണ്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ സെക്ഷൽ ഡിസ്ഫങ്ഷനും യൂറിനറി പ്രോബ്ലംസും ഒക്കെ കുറയുന്നു. പക്ഷെ അപ്പം നമ്മൾ അതൊക്കെ കുറയാനുള്ള ചാൻസ് വരുന്നതനുസരിച്ച് തന്നെ റെക്കറൻസിന്, കാരണം കൂടുതൽ ടിഷ്യൂ അവിടെ വെച്ചേക്കുമ്പോഴാണ് ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കുറയുന്നത്. കാരണം ആ പ്രിസർവ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ നമ്മുടെ റെക്കറൻസ് സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇത്തരം സർജറിയുടെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നോക്കിയാൽ ഓൾമോസ്റ്റ് 100% പേഷ്യൻസിനും ഇജാക്കുലേറ്ററി ഡിസ്ഫങ്ഷൻസ് ഉണ്ടാകാം. ഓൾമോസ്റ്റ് മോർ ദാൻ 50% ഇമ്പോർട്ടൻസ് വരാം. ഓർഗാസ്മിക് ഡിസ്ഫങ്ഷൻസ് 50% വരാം. എല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാത്തിനും ഒരു വേരിയേഷൻ വരും എന്നുള്ളതാണ്. പിന്നെ ഇൻകോണ്ടിനൻസ്, ചിലർക്കൊക്കെ കോണ്ടം ഡ്രെയിനേജിലേക്കോ അല്ലെങ്കിൽ പാഡ് വയ്ക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ ഒരു അറൗണ്ട് 5 to 30% വേണ്ടി വരാറുണ്ടെന്നാണ് ഇങ്ങനത്തെ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ യൂറിത്രൽ സ്ട്രിക്ചർ വന്നിട്ട് ബ്ലോക്ക് വരുന്നത് അത് അറൗണ്ട് ഒരു 5% വരാം. പിന്നെ ഓപ്പറേഷൻ സമയത്തുണ്ടാകുന്ന പൾമണറി എംബോളിസം അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരാം. അതൊക്കെ കമ്പാരിറ്റീവ്ലി. പിന്നെ റെക്ടം, ഇത് നമ്മളുടെ മലദ്വാരം, അതിന് മുകളിലുള്ള നമ്മളുടെ ഈ സ്റ്റൂള്, മലം സ്റ്റോർ ചെയ്യുന്ന റെക്ടം, അതും ഇതും വളരെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഇഞ്ചുറി വരാം, ഇത് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരാം. ഒരു 0.3% ഈവൻ മോർട്ടാലിറ്റി മരണം വരെ സംഭവിക്കാം. 0.3%, 1000 പേർ അത്രേ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഓർക്കണം, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ക്യാൻസറിനെ പേടിച്ചു പോയി നമ്മൾ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ പോകുമ്പോൾ ഇതാണ് നമ്മൾ ആദ്യം, ഇത് സ്ലോ ഗ്രോയിങ് ക്യാൻസർ ആയതുകൊണ്ട് നമുക്ക് ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒരു 3 months നോക്കുമ്പോഴേക്കും PSA കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഓപ്പറേഷനിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിൽ വെക്കേണ്ട കാര്യം. അല്ലാതെ മറ്റേ സ്പ്രെഡൊക്കെ വന്നിരിക്കുന്നത്, അതായത് മറ്റു പുറത്തേക്ക് പോയി നമുക്ക് സർജറി പറ്റാതെ, പോസ്റ്റേറ്റിനെ എടുത്തു കളയാൻ പറ്റാതെ ഉള്ള ഇതില് കാസ്ട്രേഷൻ, അതായത് ടെസ്റ്റിസിനെ എടുത്തു കളയുക. പിന്നെ ആന്റി ടെസ്റ്റോസ്റ്ററോൺ മരുന്ന്, നമ്മൾ നേരത്തെ വരുന്ന ഫെനസ്ട്രൈഡ് ഒക്കെ പോലെയുള്ള എടുക്കുക, റേഡിയേഷൻ, കീമോതെറാപ്പി, പിന്നെ ഡോസെറ്റ്, അതിൽ കുറെ കീമോതെറാപ്യൂട്ടിക് ഏജൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. പിന്നെ ടാർഗറ്റഡ് തെറാപ്പി ആയിട്ട് ഈ Gallium-68 ലേബിൾഡ് റേഡിയോ ആക്റ്റീവ് PSA പോലെ അങ്ങനത്തെ ഒക്കെ കുറച്ച് ട്രീറ്റ്മെന്റും കൂടി ഇപ്പൊ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും എത്ര ഇഫക്റ്റീവ് ആണെന്നൊന്നും പറയാൻ മാത്രം ടൈം ആയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ആ ഒരു ഷോർട്ട് ടൈം ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. കാരണം ഇതെല്ലാം ഇമ്മീഡിയറ്റ്ലി PSA ഒക്കെ കുറഞ്ഞു വരും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ബേസിക്കലി ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, PSA കുറഞ്ഞു വരാൻ ആക്റ്റീവ് ഒന്ന് പിടിച്ചു നിർത്താൻ ഇതൊക്കെ ബെനിഫിറ്റ് വരും. പക്ഷെ ലോങ് ടൈമിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താലേ വേറെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ലോങ് ടൈം റിക്കറൻസ് കുറയ്ക്കണമെങ്കിൽ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പം ഈ BPH ആണെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിലും ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പം ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എക്സസ് കൊഴുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കളയുക. അതിനെയൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് എക്സസൈസ് ചെയ്യണം. പിന്നെ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യണം, ഈ ജങ്ക് ഫുഡും അങ്ങനത്തതും. അതുപോലെ കോസ്മെറ്റിക്സ്, പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും എല്ലാ ക്യാൻസറിനും ഈ കോസ്മെറ്റിക്സ്, പ്രത്യേകിച്ച് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഹെയർ ഡൈ അവര് തലയിലിടും, മീശയിലിടും, തടിയിലിടും. ഇതെല്ലാം വരുമ്പോൾ ഇവൻ ലേഡീസിനേക്കാളും കൂടുതൽ ഹെയർ ഡൈയുടെ എക്സ്പോഷറാണ് അവർക്ക് വരുന്നത്. അത് ബ്ലാഡർ ക്യാൻസറിനും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും എല്ലാവിധ ക്യാൻസറിനും ഉള്ള സാധ്യത കൂട്ടും എന്നുള്ളതാണ്, പ്രോസ്റ്റേറ്റും ബ്ലാഡറും പ്രത്യേകിച്ചും. അപ്പൊ അത് നമ്മൾ PSA കൂടുതലോ BPH ഉള്ളവരോ കഴിയുന്നതും ഡൈ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് നോക്കുക. ഈവൻ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അതിനകത്തൊക്കെ കുറേയൊക്കെ കെമിക്കൽ ഉണ്ടാവും. പിന്നെ പ്ലാന്റ് ആണെങ്കിലും അത് ഭക്ഷണമൊന്നും അല്ലല്ലോ, ന്യൂട്രീഷൻ അല്ലാത്ത എല്ലാം ബോഡിയെ സംബന്ധിച്ചിടത്തോളം ടോക്സിനാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിട്ടും, PSA കൂടുതലാണെന്ന് അറിഞ്ഞിട്ടും, ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും
ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ളവരൊക്കെ കാണാം അത് കഴിഞ്ഞാലും ഡൈ ചെയ്യുന്നത്. അത് നമ്മൾ ക്യാൻസർ വിളിച്ചു വരുത്തുമെന്ന് ഓർത്ത് മനസ്സിലാക്കി വെച്ചിട്ട് മാത്രം, അതായത് നമ്മുടെ ഏജ് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. മറ്റുള്ളവരുടെയും നമ്മൾ 60 വയസ്സും 70 വയസ്സും ഒക്കെ ഉള്ളവരാണ് ഡൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ പ്രായത്തിൽ നമുക്ക് ക്യാൻസറുകൾക്കുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. ആ സമയത്ത് നമ്മൾ അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കുക, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക. ഇപ്പൊ നമ്മൾ കാണാം 60-70 വയസ്സുള്ളവർക്ക് പോലും ഈ പേസ്ട്രി, ഈ ചോക്ലേറ്റ് ഇങ്ങനത്തെ ഒക്കെ ക്രേവിങ് ഉണ്ട്. കാരണം ആരാണെങ്കിലും കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല പ്രായമായവർക്കും ഇങ്ങനത്തെ ജങ്ക് ഫുഡിനോടുള്ള ക്രേവിങ് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ അറ്റ്ലീസ്റ്റ് നമുക്കൊരു അസുഖം ഉണ്ടെന്ന് മനസ്സിലായെങ്കിലും കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറാൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിലും ഏത് ക്യാൻസർ ആണെങ്കിലും ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മൾ ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവർ ഡയബറ്റീസിൽ നിന്ന് തന്നെ മോചനം നേടാൻ നോക്കുക. ഇതെല്ലാം ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ മെറ്റബോളിക് സിൻഡ്രോമിന്റെ പാർട്ടായിട്ട് ഒബേസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, BPH ഇങ്ങനെ എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. സോ അവിടെ നമ്മൾ ഇത് ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ ഈ ഡയബറ്റിക് പേഷ്യൻസിനോട് നമ്മൾ അറൗണ്ട് 5.5 എത്തിക്കണമെന്നാണ് പറയുന്നത് HbA1c. പക്ഷെ അതായത് നമ്മളൊരു ഗ്ലൂക്കോസ് ലെവൽ ആണെങ്കിൽ 140 താഴെ നിർത്തണമെന്ന്. പക്ഷെ ശരിക്കും ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ, പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ ഏത് ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിലും അവര് ഗ്ലൂക്കോസ് ലെവല് മരുന്നില്ലാതെ അറൗണ്ട് 100 നിർത്താൻ നോക്കണം. HbA1c ബിലോ 5 നിർത്തണം. അപ്പോഴാണ് അവർ സേഫ് ആവുന്നത്. കാരണം ക്യാൻസർ സെൽസിന് വളരണമെങ്കിൽ ഈ ഗ്ലൂക്കോസ് വേണം. ഈ ഗ്ലൂക്കോസ് നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരെ സ്റ്റാർവ് ചെയ്താൽ പിന്നെ മരിക്കാതെ പറ്റൂലല്ലോ. അതേ സമയത്ത് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ക്യാൻസറസ് അല്ലാത്ത സെല്ലുകൾക്ക് ഈ നമ്മളുടെ ഫാറ്റിൽ നിന്ന് വരുന്ന കീറ്റോൺ ബോഡീസ് യൂസ് ചെയ്ത് അവരുടെ എയറോബിക് മെറ്റബോളിസം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ATP, അതായത് ഓക്സിജൻ എയറോബിക് ആയിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റും. മറ്റവർക്കത് പറ്റൂല. അപ്പൊ ഗ്ലൂക്കോസിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ. നമ്മൾ ഈ കീമോതെറാപ്പിക്കും റേഡിയേഷനും ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റ് നോക്കും, എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ഫാറ്റ് കളയും, ഒപ്പം തന്നെ കറക്റ്റ് ന്യൂട്രീഷൻ കൊടുക്കുകയും കൂടെ ചെയ്യണം. ന്യൂട്രീഷൻ വേണ്ട വൈറ്റമിൻസും മിനറൽസും എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷൻസിൽ ഉണ്ടാകും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി തന്നെ ഈ ക്യാൻസർ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്തോളും. അത് ഒന്നാം പട്ടിണി കാരണം അവർക്ക് വളരാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ്ങറായി അവരെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഒരു ഇന്നേറ്റ് ഒരു എഫിഷ്യൻസി ഉണ്ട് ഈ ക്യാൻസർ സെല്ലിനെ ഡിറ്റക്ട് ചെയ്ത് കളയാൻ. പക്ഷെ അതിനൊന്നും പറ്റാതെ വരുന്നത് ഈ ഡയബറ്റീസും ഹൈപ്പർടെൻഷനും എല്ലാം കൂടെ ഉള്ള, പിന്നെ അതിന്റെ മരുന്നും എല്ലാം കൂടെയാണ്. അപ്പൊ നമ്മൾ ഡയബറ്റീസും ഹൈപ്പർടെൻഷനും ഒക്കെ ഫുഡ് വെച്ച് കൺട്രോൾ ചെയ്ത് നമ്മുടെ ബോഡിയിൽ എക്സസ് ഫാറ്റും ഒക്കെ കളയുമ്പോഴേക്കും നാച്ചുറലി ഇതെല്ലാം കറക്റ്റ് ആയിക്കോളും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെ ഇപ്പം ഇത്രയും മൾട്ടിപ്പിൾ രോഗങ്ങളുള്ള ഒരാൾക്ക് തന്നെ ഇതൊക്കെ നോക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്നിരിക്കും. അവർക്ക് എങ്ങനെയാണ് അതിന്റെ കറക്റ്റ് ഡയറക്ഷൻസ് ഒരു ക്ലിനിക്കൽ സപ്പോർട്ടോടെ കിട്ടിയാലായിരിക്കും നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. സെൽഫായിട്ട് പറ്റണമെന്നില്ല, പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ രോഗങ്ങളുള്ള ഉള്ളവർക്ക്. അതേസമയത്ത് പ്രോസ്റ്റേറ്റ് മാത്രമേ ഒരു പ്രോബ്ലം ഉള്ളൂ, പക്ഷെ അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. പ്രോസ്റ്റേറ്റ് മാത്രമായിട്ടൊരു പ്രോബ്ലം BPH അല്ലെ തുടക്കമാണെങ്കിൽ അവർക്ക് സെൽഫായിട്ട് മറ്റു പ്രോബ്ലംസ് ഒന്നും ഇല്ല, അല്ലെ മറ്റതൊക്കെ ഇത്തിരി ഫാറ്റി ലിവറും ഇത്തിരി പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റും ഒക്കെ നമ്മളൊരു സ്കാനിലൊക്കെ കാണുമ്പോഴാണെങ്കിൽ സെൽഫ് തന്നെ ജീവിതശൈലി ക്രമീകരിച്ച് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലും നമ്മൾ ന്യൂട്രീഷൻസ് റിച്ച് ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങൾ, പിന്നെ നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ അതാണ്. കാർബ് പ്രത്യേകിച്ച് ഈ സെറിയൽസ് പോലെയുള്ളത്, റൂട്ട്സ്, ഇതൊക്കെയാണ് അവർ കുറയ്ക്കുകയും ചെയ്യേണ്ടത്. എന്നിട്ട് പീസ് റിപ്പീറ്റ് ചെയ്യുക. അൾട്രാസൗണ്ട് സ്കാനാണല്ലോ, വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അത് ചെക്ക് ചെയ്ത് കറക്റ്റ് ആകുന്നുണ്ടെന്നും കൂടെ ഉറപ്പാക്കുക. ചുരുക്കി പറഞ്ഞാൽ, 1, പുരുഷന്മാർക്ക് മാത്രമുള്ള അവയവമാണ് പ്രോസ്റ്റേറ്റ്. മൂത്രവിസർജനത്തിലും ശുക്ലവിസർജനത്തിലും പ്രത്യുൽപാദനത്തിലും പ്രധാന പങ്കുവഹിക്കുന്ന അവയവമാണിത്. മൂത്രനാളിയെ 2 രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന 2-വേ സ്വിച്ച് പോലെയാക്കി മാറ്റുന്നത് പ്രോസ്റ്റേറ്റ് ആണ്. 2, പ്രോസ്റ്റേറ്റിലൂടെയാണ് മൂത്രനാളിയുടെ ആദ്യ ഭാഗം കടന്നു പോകുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നീർക്കെട്ടും മുഴയും ക്യാൻസറും ഒക്കെ മൂത്രവിസർജനത്തെയും ശുക്ലവിസർജനത്തെയും തടസ്സപ്പെടുത്താം. ഒപ്പം തന്നെ ലൈംഗിക പ്രശ്നങ്ങൾക്കും വന്ധ്യതയ്ക്കും കാരണമാകാം.
3, പ്രോസ്റ്റേറ്റ് സംബന്ധമായ രോഗങ്ങൾക്കായി വേണ്ടിവരുന്ന ഓപ്പറേഷനുകൾ, റേഡിയേഷൻ, ആന്റി മെയിൽ ഹോർമോൺ തെറാപ്പി, കാസ്ട്രേഷൻ അതായത് വൃഷ്ണം എടുത്തുമാറ്റൽ, കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയവയെല്ലാം മൂത്രവിസർജനത്തെയും ഇജാക്കുലേഷൻ അഥവാ ശുക്ലവിസർജനത്തെയും ലൈംഗികതയെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കാം. 4, മൂത്രതടസ്സമോ സെക്ഷൽ ഡിസോർഡറോ അനുഭവപ്പെട്ടാൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ പ്രോസ്റ്റേറ്റ് വീക്കം കണ്ടെത്താനും PSA, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് തുടങ്ങിയ രക്തപരിശോധനകളിലൂടെ ക്യാൻസർ സാധ്യത കണ്ടെത്താനും ശ്രമിക്കുക. 5, BPH-ഉം പ്രോസ്റ്റേറ്റ് ക്യാൻസറും ഒക്കെ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. പരിശോധനകളിലൂടെ തുടക്കത്തിലേ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഓപ്പറേഷനും മരുന്നുകളും ഇല്ലാതെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനാകുന്നതേ ഉള്ളൂ. 6, വളരെ പതുക്കെ മാത്രം പ്രോഗ്രസ് ചെയ്യുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അതിനാൽ ഓപ്പറേഷൻ, റേഡിയേഷൻ തുടങ്ങി പാർശ്വഫലങ്ങൾ കൂടുതലുള്ള ചികിത്സകൾ തിരക്കിട്ട് ചെയ്യേണ്ടതില്ല. ജീവിതശൈലി ക്രമീകരണവും ടെസ്റ്റുകൾ നോക്കി രോഗം കൂടുന്നില്ല അല്ലെങ്കിൽ കുറയുന്നു എന്ന് ഉറപ്പുവരുത്തുകയുമാണ് വേണ്ടത്. 7, മനുഷ്യ ശരീരം എന്നാൽ ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. അതിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളെയാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഈ അസംസ്കൃത വസ്തുക്കളായ പോഷകങ്ങളുടെ ഏറ്റക്കുറച്ചിലും ശരീരത്തിലെടുത്തു നിന്ന് വിഷാംശവും മൂലമുണ്ടാകുന്ന ഹോർമോൺ തകരാറും ഇമ്മ്യൂണിറ്റിയിലെ പിഴവുകളും പ്രോസ്റ്റേറ്റ് കോശങ്ങളിലെ ജനിതക ഘടനയിൽ ഉണ്ടാക്കുന്ന പിഴവുകളാണ് പ്രോസ്റ്റേറ്റ് വീക്കത്തിനും ക്യാൻസറിനും കാരണം. 8, ഭക്ഷണത്തിലൂടെ പോഷകങ്ങൾ കൃത്യമായ അളവിലും അനുപാതത്തിലും ശരീരത്തിന് എത്തുന്നു എന്നുറപ്പാക്കുന്നതിനൊപ്പം വ്യായാമത്തിലൂടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന അമിത കൊഴുപ്പും വിഷാംശവും മാറ്റി ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് രോഗങ്ങളെ ഒരു പരിധിവരെ അതിജീവിക്കാനാകും. 9, ക്യാൻസർ കോശങ്ങൾക്ക് വളരണമെങ്കിൽ ഗ്ലൂക്കോസ് ആവശ്യമാണ്. ദഹനശേഷം ഗ്ലൂക്കോസായി മാറുന്ന കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജം അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിവതും ഒഴിവാക്കുക എന്നതാണ് ക്യാൻസർ സെല്ലുകളുടെ വളർച്ചയെ തടയാനുള്ള എളുപ്പവഴി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിന്റെയോ ഓപ്പറേഷന്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും. ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുൻപായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവെക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണം ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്
ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MD-യും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിന്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രോബ്ലം ഉള്ളവർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കാം. പലപ്പോഴും നമ്മൾ ഈ പേഷ്യൻസ് പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് മാത്രം ആവില്ല, പലതരം രോഗങ്ങളുണ്ടാവും. അപ്പം അതിൽ ഫ്യൂ പേഷ്യൻസിൻ്റെ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ രോഗങ്ങളുള്ളവരുടേതും അതിൻ്റെ ഒപ്പം പ്രോസ്റ്റേറ്റുമായിട്ടുള്ളവരുടേത് പറയാം. ഇതൊരു 62 ഇയർ ഓൾഡ് മാനാണ്. 165 സെന്റിമീറ്റർ പൊക്കം, 58 കിലോ ആണ് തൂക്കം. അത്ര ഓവർ വെയിറ്റ് ഒന്നുമില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ട് പ്രോസ്റ്റേറ്റ് BPH ലെവൽ 1 കാണിക്കുന്നത്, ഗ്രേഡ് 1 BPH ഉള്ളൂ, പിന്നെ പ്രോസ്റ്റേറ്റ്. പക്ഷെ മൂത്ര തടസ്സമുണ്ട്, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിംഗ് വരും, രാത്രിയിൽ മൂത്രം അറിയാതെ പോകുന്നു, ബെഡ് വെറ്റിങ് പോലെ വരുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിനോട് പ്രോസ്റ്റേറ്റ് എടുത്തു കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ ഇദ്ദേഹത്തിന് ഡയബറ്റിക് ആണ്, അതുപോലെ ഹാർട്ടിന് അസുഖമുണ്ട്, 2 സ്റ്റെന്റ് ഇട്ടിട്ട്, ശരിക്കും പറഞ്ഞാൽ 6 മാസം മുമ്പ് 2 സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഉണ്ട്, ഹൈപ്പർ ടെൻഷന് വേണ്ടി മരുന്ന് കഴിക്കുന്നുണ്ട്, കൂർക്കം വലിയുണ്ട്. ഇപ്പം യൂഷ്വലി നോർമൽ വലിയ ഓവർ വെയിറ്റ് ഇല്ലാത്തവർക്ക് കൂർക്കം വലി വരുന്നത് വെരി റെയറാണ്. പക്ഷെ ഇദ്ദേഹത്തിന് വലിയ ഓവർ വെയിറ്റ് ഇല്ലെങ്കിലും കൂർക്കം വലിയുണ്ട്. പിന്നെ കയ്യെല്ലും ഒക്കെ ഇങ്ങനെ സ്കിൻ പീലിംഗ് പോലെ വരുന്നുണ്ട്.
ഇതൊക്കെയാണ്. മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട് ആക്ച്വലി. കുറെ അധികം മരുന്നും കഴിക്കുന്നുണ്ട്. ഹാർട്ടിന് വേണ്ടിയിട്ട് എക്കോസ്പിരിൻ ഉണ്ട്, പിന്നെ പ്രസുഗ്രൽ, ബീറ്റ ബ്ലോക്കേഴ്സ് തന്നെ 2 ഉണ്ട്. കാരണം ഇപ്പൊ സ്റ്റെന്റ് ഇട്ടിട്ട് അധികം 6 മാസമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ കൊളസ്ട്രോളിനുണ്ട്, ഡയബറ്റീസിന് വേണ്ടിയുണ്ട്. ഞാൻ ആ ഡീറ്റെയിലേക്ക് പോകുന്നില്ല മരുന്നുകളുടെ. അപ്പം ഇദ്ദേഹത്തിന്റെ എന്തായിരുന്നു റിസൾട്ട് എന്നുള്ളതാണ് ബേസിക്കലി. അപ്പം ഈ മരുന്നൊക്കെ കഴിച്ചിട്ടും അദ്ദേഹത്തിന്റെ HbA1c ശരിക്കും 7.7 ആയിരുന്നത് 90 ഡേയ്സ് കൊണ്ട് അത് 5.5 വന്നു എന്നുള്ള 5.5. അപ്പം ഗ്രാജുവലി ഇത് ഓവർ 3 months നമ്മൾ ശരിക്കും 60 ഡേയ്സ് ആയപ്പോഴേക്കും 5.8 എത്തി, 90 ഡേയ്സ് ആയപ്പോഴേക്കും 5.5 വന്നു. അദ്ദേഹത്തിന് ഓവർ വെയിറ്റ് ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വെയിറ്റ് ഫാറ്റ് ലെവൽ കുറച്ച് കൂടുതലായിരുന്നു. അത് കുറച്ച് 58 kg ഉണ്ടായിരുന്നത് 53 90 ഡേയ്സ് കൊണ്ടെത്തി. അപ്പം കുറെ മരുന്നുകൾ 8 തരം ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആക്ച്വലി 90 ഡേയ്സ് ആയപ്പോഴേക്കും ആകെ ബ്ലഡ് തിന്നർ ഒഴിച്ച് വേറെ ഒന്നും കഴിക്കുന്നില്ല. ആ ബ്ലഡ് തിന്നർ മാത്രമാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഡയബറ്റീസിന്റെയും ഹൈപ്പർ ടെൻഷന്റെയും ഒക്കെ മരുന്നില്ലാതെ തന്നെ കുറയ്ക്കാൻ പറ്റി. പക്ഷെ ആദ്യത്തെ സമയത്ത് മൂത്രത്തിന്റെ തടസ്സമായിട്ടുള്ളത് മാറിയാലും ഒരു 2 മാസം 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ കുറഞ്ഞു. പക്ഷെ ബ്ലഡ് വെറ്റിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ 120 ഡേയ്സ് ആയപ്പോഴേക്കുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും കംപ്ലീറ്റ് വെറ്റിങ്ങും കൂടെ മാറി എന്നുള്ളതാണ്. അപ്പം അതായത് മൂത്രതടസ്സം സംബന്ധിച്ചുള്ള എല്ലാ പ്രോബ്ലംസും 120 ഡേയ്സ് ആയപ്പോഴേക്കും മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. പ്രോസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വേറൊരു കേസ് സ്റ്റഡി കൂടെ പറയാം. ഇദ്ദേഹം 78 വയസ്സുള്ള ആളാണ്. 167 സെന്റിമീറ്റർ, 71 കിലോ ആണ് തൂക്കം. ഇത്ര ഓവർ വെയിറ്റ് ഒന്നുമില്ല. വേറെ അസുഖങ്ങൾ, പ്രത്യേകിച്ച് അസുഖങ്ങളോ മരുന്ന് കഴിക്കുന്നില്ല. മരുന്ന് കഴിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം മരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ബ്ലാഡർ ട്യൂമർ വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് പാപ്പുലറി ലീഷൻ ആയിരുന്നു, ക്യാൻസർ ആയിരുന്നില്ല 2022. ഇപ്പം അദ്ദേഹം വരാനുള്ള ഒരു മെയിൻ കാരണം ഇപ്പം പ്രോസ്റ്റേറ്റിന്റെ ഒരു പ്രോബ്ലം പറഞ്ഞു. അതുപോലെ ഒരു ചെക്കപ്പിലൊക്കെ നോക്കി, ഒരു ജനറൽ ചെക്കപ്പ് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഡയബറ്റീസിന്റെ തുടക്കമുണ്ട്, പിന്നെ കിഡ്നിയുടെ തുടക്കം കാണിക്കുന്നു. അങ്ങനെ മൾട്ടിപ്പിൾ ഒരു കുറച്ച് അതുപോലെ ഫാറ്റി ലിവർ ഗ്രേഡ് 3 കാണിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് അങ്ങനെ കുറച്ച് മെമ്മറി ലോസ് ഉണ്ട്, രക്തക്കുറവുണ്ട്, മേത്തൊക്കെ മൊത്തത്തിൽ ചൊറിച്ചിലുണ്ട്. അങ്ങനെ കുറച്ച് പല ഓൾഡ് ഏജ് ആകുമ്പോഴേക്കും ഉണ്ടാവില്ല. അപ്പം ഇദ്ദേഹത്തിന്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പം പ്രോസ്റ്റേറ്റിന്റെ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് PSA കൂടിയിരിക്കുകയാണ്. PSA 6.6 ഉണ്ട്. അതുപോലെ CAയും കൂടുതൽ. CA എന്ന് പറയുമ്പോൾ PSA പ്രോസ്റ്റേറ്റിന്റെ ആണ്. CA എന്ന് പറയുന്നത് ഒരു കോളൻ ക്യാൻസറിന്റെ ഒക്കെ, അതായത് ഇൻഡസ്ട്രൈനൽ ക്യാൻസറിന്റെ ഒക്കെ ഒരു മാർക്കറായിട്ട് വരും. അതുകൊണ്ട് 5.5. ഇതാണ് ഒരു, പിന്നെ പ്രീ ഡയബറ്റിക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ, വേറെ കുറച്ച് ബ്ലഡ് പാരാമീറ്റേഴ്സിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട് ചെറുതായിട്ടുള്ള. പക്ഷെ ഇതാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് പോയിന്റ് ഓഫ് വ്യൂയിലാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫുഡും സ്പെഷ്യൽ എക്സസൈസും ആണ്. അപ്പം ഇദ്ദേഹത്തിന്റെ PSA നമ്മൾ ഇപ്പോൾ ഓൾറെഡി ബ്ലാഡർ ട്യൂമർ ഉള്ള ആളാണ്. അപ്പം PSA ഈ CA ഒക്കെ കൂടുതൽ വന്നിരിക്കുന്ന മോർ സിഗ്നിഫിക്കൻ്റ് ആണ്. അതിൽ PSA ബേസിക്കലി വിതിൻ 90 ഡേയ്സ് ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ PSA 6.6 3.9 വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇൻസുലിൻ ലെവൽ, അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് അബ്നോർമാലിറ്റി ഉണ്ട്. അത് അങ്ങനത്തെ എല്ലാം കറക്റ്റ് ചെയ്തു. അതുപോലെ CA ആണെങ്കിലും ശരിക്കും അതിന് മുമ്പ് തന്നെ 60th ഡേ ആയപ്പോഴേക്കും തന്നെ അത് പതുക്കെ കുറഞ്ഞു വന്ന് CA 30th ഡേ തന്നെ CA നോർമലായി. അപ്പം അതാണ് രണ്ടും, പ്രോസ്റ്റേറ്റിന്റെ മാർക്കറും അതുപോലെ തന്നെ കോളൻ ക്യാൻസറിന്റെ മാർക്കറും കൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൽ. അദ്ദേഹത്തിന് വലിയ സിംറ്റം, അതുപോലെ തന്നെ ബാക്കി നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ നോക്കുമ്പോഴേക്കും പ്രോസ്റ്റേറ്റിന്റെ സൈസ് കുറഞ്ഞു വന്നു, റെസിഡ്യൂൽ യൂറിൻ ഓൾമോസ്റ്റ് നില്ലായി. അതുപോലെ ഫാറ്റി ലിവർ ഗ്രേഡ് 3 ഉണ്ടായിരുന്ന ഫാറ്റി ലിവർ ഗ്രേഡ് 1 വന്നു. അപ്പം അതാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഒരു കാര്യങ്ങൾ മാത്രമല്ല, പ്രോസ്റ്റേറ്റിന്റെ തന്നെ സൈസ് കുറയും, അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു വരും.
ഇതുപോലെ ഈവൻ PSA വഴിയും അതുപോലെ മറ്റ് ഏത് ക്യാൻസർ മാർക്കർ ആണെങ്കിലും ഇതിന്റെ ഒരെണ്ണത്തിന്റെ കാര്യത്തിലല്ല, നമ്മൾ മറ്റുള്ള ക്യാൻസർ മാർക്കേഴ്സ് ഉണ്ടല്ലോ, AFP, CA-125 ലേഡീസിന്, ഇതിലെല്ലാം കുറഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്താൽ, നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ ഈവൻ ഈ ഏജിൽ പോലും, അതായത് ഇത്രയും പ്രായമുള്ള 78 ഇയർ ഉള്ള ആൾക്ക് പോലും അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അടുത്ത കേസ് സ്റ്റഡിയിലെ പേഷ്യന്റ് കുറച്ചും കൂടി യങ്ങാണ്, 53 ഇയേഴ്സേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 18 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്. അതുപോലെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ യൂറിനറി പെയിൻ, സിവിയർ യൂറിനറി പെയിനും വേദനയാണ്, മൂത്രം പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട്. ഇദ്ദേഹത്തിന് ഒരു കിഡ്നി നേരത്തെ ഫ്യൂ ഇയേഴ്സ് ബാക്ക്, 10 വർഷം മുമ്പ് എടുത്തു കളഞ്ഞിട്ടുള്ളതാണ്. അത് സ്റ്റോണിന് വേണ്ടി എടുത്തു കളഞ്ഞു. ഇപ്പം മറ്റേ കിഡ്നിക്കകത്ത് സ്റ്റോൺ വന്നിട്ടുണ്ട്. പിന്നെ ആർത്രൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ട്. ഇപ്പോഴേ തന്നെ മെമ്മറി കുറവ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ബ്ലാഡറിന്റെ ആണ് ഇപ്പോഴത്തെ സിവിയർ പെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ PSA നോക്കിയപ്പോൾ അത് 25.6 ഉണ്ട്. അപ്പൊ ഇത് കണ്ടപ്പം ഇമ്മീഡിയറ്റ്ലി ഡോക്ടർ ബയോപ്സി ആണോ എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലായില്ല, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് ഇദ്ദേഹം വരുന്നത്. യൂഷ്വലി നമ്മളൊരു അക്യൂട്ട് സ്റ്റേജിൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കാറില്ല. പക്ഷെ ഇദ്ദേഹത്തിന് ഭയങ്കര പെയിൻ ഒക്കെ ആണെങ്കിലും ഇപ്പൊ നോക്കുമ്പോൾ ഇൻഫെക്ഷനും ഉണ്ട്, യൂറിനറി ഇൻഫെക്ഷനും ഉണ്ട്. അപ്പം സിവിയർ ഡയബറ്റീസും ഉണ്ട്, ഷുഗർ കൺട്രോൾ ഇല്ല, 290 ആണ് ഷുഗർ, അതുപോലെ HbA1c എല്ലാം ഹൈ ആണ്. അപ്പൊ ഇദ്ദേഹത്തിന് ആന്റിബയോട്ടിക്സും കൂടെ കൊടുക്കേണ്ടി വന്നു. അതുപോലെ പെയിനിന് വേണ്ടിയിട്ട്, റിലീഫിന് വേണ്ടിയിട്ട് കൂടെ മെഡിസിൻ കഴിഞ്ഞു. ഇമ്മീഡിയറ്റ്ലി തന്നെ നെക്സ്റ്റ് ഡേ ആയപ്പോൾ തന്നെ ഷുഗർ, അതാണ് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ വിതിൻ 24 hours നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ക്യാൻസർ പേഷ്യൻസിന് പോലും വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടത്. ജസ്റ്റ് ലൈക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ഇല്ലെങ്കിൽ പഴുപ്പ് കൂടാനുള്ള സാധ്യത, ഇൻഫെക്ഷൻ കൈവിട്ടു പോകും. ഇതുപോലെ തന്നെയാണ് ക്യാൻസർ പേഷ്യൻറ്റിന്. ക്യാൻസർ ആണെങ്കിലും നമ്മൾ ഷുഗർ കൺട്രോൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഇൻസുലിൻ ലെവൽ കൂടിയിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അപ്പൊ ഇൻസുലിൻ ലെവൽ കൂടുതലും ഷുഗർ കൂടുതലുമാണ്. അപ്പൊ അതും കൂടെ കുറച്ചുകൊണ്ട് വന്ന് ആക്ച്വലി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത്രയും കൂടുതലുണ്ടായിരുന്നേ 8th ഡേ ആയപ്പോഴേക്കും തന്നെ 25 14ലേക്ക് വന്നു, 14.8ലേക്ക് വന്നു. 15th ഡേ ആയപ്പോഴേക്കും PSA 10.5 ആയി. 30 ദിവസം ആയപ്പോഴേക്കും PSA നോർമലായി, ദറ്റ് ഈസ് 3.97. അപ്പം ഓർക്കണം, HbA1c ആണെങ്കിലും അപ്പോഴേക്കും നേരത്തെ 8.5 ഉണ്ടായിരുന്ന HbA1c 30 ആയപ്പോഴേക്കും 6.3ലേക്ക് വന്നു. 60th ഡേ HbA1c 5.9, 90th ഡേ ആയപ്പോഴേക്കും HbA1c 5.7 ആൻഡ് PSA 90th ഡേ നോക്കുമ്പോൾ വീണ്ടും 2.49 നിൽക്കുന്നുണ്ട്. അപ്പം ഓർക്കണം, ഇതും ക്യാൻസർ സർജറി പറഞ്ഞ പേഷ്യൻ്റ് ആണ്. ആ പേഷ്യൻ്റ് അത്ര ഫാസ്റ്റായിട്ട് PSA കുറച്ചുകൊണ്ടിടാൻ പറ്റി, യൂറിനറി പ്രോബ്ലംസും മാറാൻ പറ്റി, കംഫർട്ടബിൾ ആകാൻ പറ്റി, ഒപ്പം ഡയബറ്റീസും മാറി. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് സ്കിൻ പ്രോബ്ലം, അത് എല്ലാവർക്കും ഉണ്ടല്ലോ, കുറച്ച് ഇതുണ്ടായിരുന്നു, ഇതെല്ലാം അതിനൊപ്പം തന്നെ മാറുന്നു എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്ര സിമ്പിളായിട്ട് ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ നമുക്കിതൊക്കെ സിമ്പിളായിട്ട് ഇത് ചെയ്യാം. മറ്റ് നമ്മൾ മരുന്നും ഓപ്പറേഷനും ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇഫക്റ്റ് കഴിയുമ്പോഴേക്കും അത് വീണ്ടും തിരിച്ചു വരും. പ്രത്യേകിച്ച് ക്യാൻസറിന്റെ കാര്യത്തിൽ അതാണ്. ഒരിക്കലും നമ്മൾ കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മൾ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജീവിതശൈലി കറക്റ്റ് ചെയ്യാനാണ്. അപ്പൊ ഇതൊന്നുമില്ല, നമ്മൾ ആദ്യം തന്നെ അത് ചെയ്യുകയാണെങ്കിൽ, കറക്റ്റ് ആക്കാനുള്ള വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കിത് റിവേഴ്സ് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നുള്ളതാണ്. അടുത്ത പേഷ്യന്റ് കമ്പാരിറ്റീവ്ലി യങ്ങാണ്, 56 ഇയേഴ്സ് ആണ്, 169 സെന്റിമീറ്റർ, 68 കിലോ, അത്രേ ഉള്ളൂ. അപ്പം ഇദ്ദേഹത്തിന്റെ പ്രോബ്ലം PSA കൂടുതലാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ആകെ ബാക്ക് പെയിൻ, വേറെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒന്നുമില്ല, ബാക്ക് പെയിൻ ഉണ്ട്.
PSA അത് കുറച്ച് നാളായിട്ട് നിൽക്കുന്നു. PSA ഉണ്ട്, കൂടുതലാണ്. അപ്പോൾ അതാണ്, അതിനു വേണ്ടിയാണ്. പിന്നെ ബേസിക്കലി ഒരു ഹെൽത്ത് നോക്കുന്ന ആളാണ്, അതാണ്, ഒത്തിരി ഓവർ വെയിറ്റ് ഒന്നും ഇല്ലാതെ. അപ്പൊ ഇദ്ദേഹത്തിൻ്റെതല്ലാണേലും അതിൽ നമ്മളൊരു നോക്കുമ്പോൾ ഒരു പല പേഷ്യൻസും കാണുന്ന ഒരു പ്രത്യേകത, ചില ഓട്ടോ ഇമ്മ്യൂൺ ആന്റിബോഡീസും കൂടെ കൂടുതലായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ യൂഷ്വലി ഒരു തൈറോയിഡിന്റെ ഉള്ളവർക്കാണ് ഈ AMA എന്നുള്ളത് കൂടുന്നത്. അതും 130 ഉണ്ടായിരുന്നു, കൂടുതലുണ്ടായിരുന്നു. PSA 18 ആയിട്ട് കുറച്ച് അത് ഗ്രാജുവലി അദ്ദേഹത്തിന് കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊരു റീനൽ ഫംഗ്ഷന്, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അത് ഗ്രാജുവൽ റിഡക്ഷൻ ആണ് അദ്ദേഹത്തിന് വന്നത്. ആദ്യം 18 ഉണ്ടായിരുന്നു, പിന്നെ അത് 8th day ആയപ്പോഴേക്കും 13.5 ആയി, പിന്നെ 15ാം ദിവസം ആയപ്പോഴേക്കും 10.7 ആയി, പിന്നെ കുറച്ചുകൂടെ മറ്റത് വളരെ ഫാസ്റ്റ് ആയിട്ട് 30 days കൊണ്ട് തീർന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ വളരെ സ്ലോ ആണ്. 30 ദിവസം ആയപ്പോഴേക്കും 9.5 എത്തി. 60th day ആയപ്പോഴേക്കും 9.7 ഇച്ചിരി കൂടുകയാണ് ചെയ്തത്. അത് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് അവിടെ അവർക്ക് കുറച്ച് ഫങ്ഷൻസ് ഒക്കെ വന്ന് കുറച്ച് ഫുഡൊക്കെ തെറ്റിച്ചു, കുറച്ച് കാർബൊക്കെ എടുത്തു. അപ്പൊ അതാണ് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ 60 ആയപ്പോഴേക്കാണ് ഇത്തിരി കൂടിയത്. പക്ഷെ ഡേ 90 ആയപ്പോഴേക്കും 8.3 വന്നു, വീണ്ടും കുറയാൻ തുടങ്ങി. അപ്പം ബേസിക്കലി ഇതിൽ എന്താ, നമ്മൾ എത്ര ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് വരുമെന്ന് ഡിപ്പെൻസ്, നമ്മൾ എത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് നോക്കുന്നു. ഇതിലെല്ലാം നോക്കുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കാം, മറ്റുള്ള എല്ലാം നോക്കണം. ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കണം. നമ്മൾ സ്പെഷ്യൽ ന്യൂട്രീഷൻ സപ്ലിമെന്റ് തരുന്നുണ്ട്, ഇമ്മ്യൂണിറ്റിയും എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട്. ഇത് കൂടാതെ കാർബ് എന്തോരം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ ചില ഫങ്ഷൻസ് ഒക്കെ വരുമ്പം ആൾക്കാർ കാർബ് എടുത്തു പോകും. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് ആയപ്പോഴേക്കും വീണ്ടും അത് കുറഞ്ഞു വന്നു, 6.6 വന്നു. നെക്സ്റ്റ് ഒരു 180 ആയപ്പോഴേക്കും അത് നോർമലായി എന്നുള്ളതാണ്. ബിലോ 4 3.6 കുറഞ്ഞു എന്നുള്ളതാണ്. അടുത്ത പേഷ്യന്റ് കുറച്ചും കൂടി യങ്ങറാണ്, 49 വയസ്സേ ഉള്ളൂ, 170 സെന്റിമീറ്റർ, 171.4. റീസണബിളി ഹെൽത്തി ആയിട്ടുള്ള, അതായത് നമ്മൾ ജനറലി നോക്കുമ്പോൾ ഓവർ വെയിറ്റ് ഒന്നും പറയാനില്ലാത്ത ആളാണ്. പക്ഷെ ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഡയബറ്റിക് ആണ്, 10 വർഷമായിട്ട് ഡയബറ്റിക് ആണ്. ഇദ്ദേഹം ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് വരുന്നത് പോസ്റ്റേറ്റ് ഓറിയന്റഡ് ആയിട്ടല്ല. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു, ഒരു മേജർ അറ്റാക്ക് വന്നു, അതിൻ്റെ കൂടെ സ്റ്റെന്റ് ഇട്ടു. ഇനിയും പിന്നെയും ഫേസ്ഡ് സ്റ്റെന്റ് ആയിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഇനിയും സ്റ്റെന്റുകൾ ഇടണം, അല്ലെ ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സിറ്റുവേഷനിലാണ് അദ്ദേഹം വരുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ചെക്കപ്പ് ചെയ്യുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ട്, പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റ് ഉണ്ട്, പ്രോസ്റ്റേറ്റിൽ സിസ്റ്റ് ഉണ്ട്, പിന്നെ കിഡ്നി ഫങ്ഷൻസിന് കുറവുണ്ട്, CKD ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ രോഗങ്ങളായിട്ടുള്ള ആളാണ്. അപ്പൊ അതിൻ്റെ കൂടെ PSA കൂടുതലുമായിരുന്നു. അപ്പൊ നമ്മൾ ബേസിക്കലി ഇനിഷ്യലി അത് കുറെ അധികം മെഡിസിൻസും ഉണ്ട്. അദ്ദേഹത്തിന് ഈ മരുന്നുകളെല്ലാം ഈ ഹാർട്ടിന് വേണ്ടിയിട്ട് ക്ലോപ്പിലെറ്റ്, ലെക്സിബാൻ, ഇവാബ്രാൻഡിൻ, പിന്നെ ഒരു 3 പ്രഷറിന് മരുന്ന്, എല്ലാത്തിൻ്റെയും കൂടെ പേര് ഞാൻ വായിക്കുന്നില്ല. ഒരു 10-20 ഗുളികകൾ ഡെയിലി കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഷുഗറിന് വേണ്ടിയിട്ടും 2 ഗുളികയുണ്ട്, ഇൻസുലിനും ഉണ്ട്. ഇപ്പൊ ഇത്രയും മരുന്നുകളും എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ നമ്മൾ ആദ്യം ഹാർട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ഒത്തിരി PSA കൂടുതലില്ലല്ലോ, ബേസിക്കലി 6.11 ആണ് ഈ PSA വാല്യൂ. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ HbA1c എല്ലാം കുറഞ്ഞ്, ഹാർട്ടിന്റെ മരുന്നുകളും എല്ലാ മരുന്നുകളും ഇതിന്റെ മന്ത് കുറയ്ക്കാൻ പറ്റി, ഷുഗർ കൺട്രോൾ ആക്കി. പക്ഷെ എന്നാലും PSA അത്ര അങ്ങ് കുറഞ്ഞു വന്നില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ 90 days ആയപ്പോഴേക്കും HbA1c 5.3 ആയി. പക്ഷെ PSA കുറയുന്നില്ല. അപ്പം അത്രയും നാളെ സാധാരണ ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ സ്ട്രിക്റ്റ് നോൺ കാർബ് പറയാറില്ല. യൂഷ്വലി കുറച്ചൊക്കെ ഉള്ളവർക്ക് നമ്മൾ അത്ര സ്ട്രിക്റ്റ് അല്ലെങ്കിലും മറ്റുള്ളതൊക്കെ അത്ര നമ്മൾ സ്ട്രിക്റ്റ് നോൺ കാർബ് പറയുന്നത് ഈ ക്യാൻസർ പേഷ്യന്റാണ്. അപ്പം HbA1c 90 days ആയപ്പോഴേക്കും 5.3 ആയിട്ടും PSA 6 ഇച്ചിരി കൂടുമായിരിക്കുന്നത്. 6. സെയിം തന്നെ 6.6. ആദ്യം ഒന്ന് കുറഞ്ഞായിരുന്നു. 15th day ആദ്യത്തെ സമയത്ത് PSA 4.45 വന്നിട്ട് പിന്നെയും കൂടുന്ന പോലെ വന്നു. അപ്പൊ കുറച്ച് റിലാക്സ്ഡ് ആയപ്പോൾ കാർബ് കൂടുതൽ കഴിക്കാൻ തുടങ്ങിയതാ.
ആൻഡ് ഈവൻ ഇടയ്ക്ക് ഇപ്പം ഒന്നും കൂടെ നോക്കിയപ്പോഴേക്കും അതിന് യൂഷ്വലി വൺസ് ഇൻ എ മന്താണ് നോക്കുന്നത്, കുറച്ച് 30 days കഴിഞ്ഞാൽ. പക്ഷെ വീണ്ടും ഇത് കൂടിയെന്ന് കണ്ടപ്പം 15 days കഴിഞ്ഞപ്പോൾ വീണ്ടും നോക്കിയപ്പം വീണ്ടും കൂടുന്ന കാണിക്കുന്നു. 7 പോയിന്റിലേക്ക് വന്നപ്പോഴാണ് സ്ട്രിക്റ്റ് നോൺ കാർബ് ഡയറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പം പിന്നെ PSA കുറഞ്ഞ് നെക്സ്റ്റ് ഇതിലേക്ക് വന്നപ്പോഴേക്കും 4.6 എത്തി, അടുത്തത് വന്നപ്പോഴേക്കും 2.7ലേക്ക് വന്നു. അപ്പം നമ്മൾ എത്ര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നു എന്നനുസരിച്ചാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അപ്പം പല ഇതിൽ നിന്നാണ് ഹാർട്ടിന്റെ പ്രോബ്ലം, പിന്നെ സ്റ്റെന്റ് അല്ലെ ബൈപ്പാസ് ചെയ്യേണ്ടത്, അതിൽ നിന്ന് ഒഴിവായി. ഈവൻ ഇത്രയും കാലമായിട്ട് കൊണ്ടുവരുന്ന ഡയബറ്റീസിനും നമ്മൾ 5.5ലേക്ക് SBNC കൊണ്ടുവന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ മൾട്ടിപ്പിൾ പ്രോബ്ലംസിൽ നിന്ന് ഒന്നിച്ച് തന്നെ നമ്മളിത് മാറും. അതിൻ്റെ കൂടെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതും മാറും. ഇതിലൊക്കെ ഞാൻ ഒന്നിലും ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടൊന്നും പറഞ്ഞില്ല. അതുപോലെ സ്കാനിങ്ങിലാണെങ്കിലും പ്രോസ്റ്റേറ്റിന്റെ സൈസ് കുറഞ്ഞ് ചുരുങ്ങുന്നതായിട്ട് ഈ പേഷ്യൻസിൽ എല്ലാത്തിനും പ്രോസ്റ്റേറ്റും എവറി 3 months നമ്മൾ പ്രോസ്റ്റേറ്റ് അൾട്രാസൗണ്ട് സ്കാനും ചെയ്യുന്നുണ്ട്, അതിനും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ PSA നോക്കുക, അൾട്രാസൗണ്ട് സ്കാൻ കുറഞ്ഞ് നോക്കുക. അപ്പൊ നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നു എന്നും പറഞ്ഞ് നമ്മൾ അത്ര വറി ചെയ്യേണ്ട, അല്ലെങ്കിൽ PSA കൂടിയെന്നും പറഞ്ഞ് വറി ചെയ്യേണ്ട കാര്യമില്ല. സ്കാനിങ് സിമ്പിൾ സ്കാനിങ് മെത്തേഡ്സ് ഉണ്ട്, അത് നോക്കുക, PSA നോക്കുക. നമുക്ക് അതിന്റെ റിസൾട്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ കാണാവുന്നതാണ്. അപ്പൊ അത് എത്ര സ്ട്രിക്റ്റ് ഡയറ്റ് വേണമെന്നുള്ളത് നമ്മൾ റിസൾട്ട് അനുസരിച്ചാണ് എത്ര നമ്മൾ സ്ട്രിക്ട്നെസ് വേണമെന്നുള്ളതും ഡിസൈഡ് ചെയ്യുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും അറിയാനാകും. ഓരോ രോഗത്തിൻ്റെയും കാരണം, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം എങ്ങനെ തുടക്കത്തിലേ കണ്ടെത്താം, വേണ്ടിവരാവുന്ന പരിശോധനാ രീതികളുടെയും ചികിത്സാ രീതികളുടെയും ഗുണദോഷങ്ങൾ, പാർശ്വഫലങ്ങൾ, അപകട സാധ്യതകൾ തുടങ്ങിയവയ്ക്കൊപ്പം ജീവിതശൈലിയുമായി രോഗത്തിനുള്ള ബന്ധത്തെയും ജീവിതശൈലി ക്രമീകരണത്തിന്റെ പ്രാധാന്യത്തെയും ശാസ്ത്രീയ വശങ്ങളെയും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോകൾക്കായി പ്ലേലിസ്റ്റ് കാണുക. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ രോഗങ്ങളും ഒരേ രോഗത്തിന് പലതരം പരിശോധനാ രീതികളും ചികിത്സാ രീതികളും ഉള്ള ഇക്കാലത്ത് രോഗത്തിന്റെ പ്രത്യേകതകളും പരിശോധനകളുടെയും മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും ഒക്കെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും അറിവുണ്ടാകേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ്. വ്യക്തമായ ശാസ്ത്രീയമായ അറിവുണ്ടായാൽ മാത്രമേ രോഗമുക്തിക്കുതകുന്ന ചികിത്സ തിരഞ്ഞെടുക്കാനും ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് സാധ്യമാക്കാനും കഴിയൂ. താങ്ക് യു.